welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിഡി ഈസ് യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കുറേ പേരുടെ പേര് സ്വപ്നം ഒന്ന് കേട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്. പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നതായിരിക്കും. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഓൾറെഡി നമ്മൾ സോളിഡ്സ് പഠിച്ചു, അത് വളരെ ഈസി ആയിരുന്നു. ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിരുന്നാലും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു കഥ പോലെ അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുഴ പോലെ നമുക്ക് ആ കഥയിൽ അങ്ങ് ലയിച്ചു പോകാനായിട്ട് പറ്റും. അത്രയും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെയധികം യൂസ്ഫുൾ ആവും. NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ആൻഡ് ഓൾസോ നമ്മൾ ഇതിൻ്റെ ഒരു വൺ ഷോട്ടും കൂടെ എന്തായാലും ഇടുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും NCERT നമ്മൾ വൺ ഷോട്ട് കണ്ടിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ നമുക്ക് NCERTക്ക്. സോ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ വൺ ഷോട്ട് കണ്ടിട്ട് നിങ്ങൾ വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും NCERT ലൈൻ ബൈ ലൈൻ. കാരണം നമുക്കറിയാം NCERT നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് ആകെ പാറി പറന്ന് കിടക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ NCERT. സോ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വായിക്കുമ്പോൾ. പക്ഷെ നമ്മളത് ഈസി ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നമുക്ക് അപ്പം തന്നെ ഒഴിവാക്കിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം എന്താ പറയുക മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, സോ സോളിഡ്സ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് സോളിഡ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, യെസ് അവിടെ നമ്മൾ പറഞ്ഞു റിജിഡ് ബോഡീസ് ഉണ്ട് അല്ലേ, ഇലാസ്റ്റിക് ബോഡീസ്, പ്ലാസ്റ്റിക് ബോഡീസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് ബേസിക് ആയിട്ട് സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്? നമുക്കറിയാം സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ ഒഴുകാനൊന്നും പറ്റത്തില്ല അല്ലേ. പക്ഷെ നമ്മൾ ഫ്ലൂയിഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ലിക്വിഡും ഗ്യാസസും ഒക്കെ. സോ ഈ ലിക്വിഡ്സിനും ഗ്യാസസിനും എന്താണ് സോളിഡിനെ വിട്ടിട്ടുള്ളൊരു പ്രത്യേകത എന്താണ്, അതിനൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കാം അല്ലേ. ഇപ്പം വെള്ളം നമ്മൾ എവിടെയെങ്കിലും ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകി നടക്കും. അതുപോലെ ഇപ്പം നമ്മൾ എയർ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഗ്യാസസ് എന്ത് ചെയ്യും, അതെങ്ങനെ സ്പ്രെഡ് ആവും അല്ലെ, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ അതാണ് സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം പറയുന്നത്. സോ സോളിഡ്സിനെ കുറിച്ച് നമ്മളെല്ലാം പഠിച്ചു. സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കാര്യങ്ങളൊക്കെ പഠിച്ചു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. സോളിഡ്സ് വളരെ ഈസി ആണെന്നുള്ളത് നമുക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സോ ഫ്ലൂയിഡ്സിലോട്ട് വരുമ്പോൾ ചെറിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുടെ പുറകിലുള്ള എക്സാക്ട് ഫിസിക്സ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. സോ യെസ്, ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ സ്റ്റഡി സം കോമൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. ഓക്കെ, അതായത് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ആ കാറ്റഗറി പറഞ്ഞാണ് നമ്മുടെ ലിക്വിഡ്സും ഗ്യാസസ് ഒക്കെ. ഇറ്റ് ഈസ് ദിസ് പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഫ്രം സോളിഡ്സ് ഇൻ എ ബേസിക് വേ. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും എന്തുണ്ട്, യെസ് ഫ്ലൂയിഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. ഓക്കെ, അതായത് നമ്മുടെ ഫ്ലൂയിഡ് നിശ്ചലമാണ്, അത് അനങ്ങുന്നില്ല. ആ സാഹചര്യത്തിൽ എന്തായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വരുന്നത് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അതായത് നമ്മുടെ ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം നിശ്ചലമല്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താ പഠിക്കുക, ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും ഈ 3 ഭാഗങ്ങൾ ചേർത്ത് വെക്കുന്നതാണ് നമ്മുടെ ഈ ഒരൊറ്റ ചാപ്റ്റർ, അതായത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 സംഭവങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുവാണ് ഈ ഒരു ചാപ്റ്ററിൽ. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ കാര്യമായിട്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഹൗ ഫ്ലൂയിഡ്സ് ഡിഫറെന്റ് ഫ്രം സോളിഡ്സ്, വാട്ട് ഇസ് കോമൺ ഇൻ ലിക്വിഡ്സ് ആൻഡ് അൺലൈക്ക് എ സോളിഡ് എ ഫ്ലൂയിഡ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ. സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഹാവ് എ ഫിക്സഡ് വോളിയം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ സോളിഡ്സും ലിക്വിഡ്സും അല്ലെങ്കിൽ ഗ്യാസസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് നമ്മൾ പറയാം. സോളിഡിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. ഫ്ലൂയിഡ്സ് ആണെങ്കിലോ യെസ്, അത് ഏത് കണ്ടെയ്നറിലാണ്, അത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് എന്താണോ അതായിരിക്കും നമ്മുടെ എന്താ പറയുക ലിക്വിഡ്സിന്റെ ഷേപ്പ് ആയിട്ട് നമ്മൾ പറയാം. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദ വോളിയം ഓഫ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെസ് ഓർ പ്രഷർ ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് പ്രഷറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ കാല് വയ്ക്കാൻ പോകുന്നതാണ് പ്രഷർ. എന്തുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് വന്നത്? ദ വോളിയം ഓഫ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് ഏത് സോളിഡ് എടുത്താലും ലിക്വിഡ് എടുത്താലും ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ പ്രഷർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വൽ ആണ് എപ്പം, യെസ്, ആക്ട് ചെയ്യുന്നത് ത്രസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ. ഓക്കെ അല്ലേ, ആക്ട് ചെയ്യുന്ന കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പറഞ്ഞതാണ്. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ കാണാം കേട്ടോ. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാം. ത്രസ്റ്റ് ഫോഴ്സ് ആകുമ്പോഴാണ് സ്ട്രെസ്സും പ്രഷറും തമ്മിൽ കണക്ഷൻ വരുന്നത്, അത് രണ്ടും ഈക്വൽ ആകുന്നത്. ക്ലിയർ ആയില്ലോടാ? യെസ്. ഇനി അടുത്തത് നമ്മൾ പറയാണ്, വെൻ വി ടോക്ക് അബൌട്ട് ഫിക്സഡ് വോളിയം ഓഫ് സോളിഡ് ഓർ ലിക്വിഡ് വി മീൻ അറ്റ്സ് വോളിയം അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഫിക്സഡ് വോളിയം ഉണ്ട് ഈ ഒരു സോളിഡിന് അല്ലെങ്കിൽ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ആരെ കുറിച്ചിട്ടാണ്? യെസ്, അവിടെ പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറിനാണ്. അതായത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? യെസ്, അതൊരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രഷറാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ പ്രഷറിലോട്ട് വരാം. പ്രഷർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള ജേർണി നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പ്രഷറിൻ്റെ, നമ്മുടെ റിയൽ ലൈഫിലുള്ള കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഫോഴ്സും ഏരിയയും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഓക്കെ, നമുക്കൊരു അടി കിട്ടുന്നു, ഓക്കെ, അവിടെ ഏരിയ, ഫോഴ്സ് ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത് എന്നുള്ളതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഇഫ് ആൻ എലഫന്റ് വോർ ടു സ്റ്റെപ്പ് ഓൺ എ മാൻസ് ചെസ്റ്റ് ഹിസ് റിബ്സ് വോട്ട് ക്രാക്ക്. ഡെഫിനറ്റ്ലി അല്ലേ, ഒരു ആന വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ റിബ്സ് ഒക്കെ പൊടിഞ്ഞു പോകും. അതുപോലെ സർക്കസ് പെർഫോമർ അക്രോസ് ഹൂസ് ചെസ്റ്റ് എ ലാർജ് ലൈറ്റ് ബട്ട് സ്ട്രോങ് വുഡൻ പ്ലാങ്ക് ഇസ് പ്ലേസ്ഡ് ഫസ്റ്റ് ഇസ് സേവ്ഡ് ഫ്രം ദിസ് ആക്സിഡന്റ്. ഓക്കെ, ഇപ്പം നമ്മൾ സർക്കസിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ആന വന്ന് ചവിട്ടുന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ്? യെസ്, ഒരു ലാർജ് ഏരിയ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ്? ഒരു വുഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പലകയോ സംതിങ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലാർജർ ഏരിയ ഉണ്ടാക്കുന്നത്. അപ്പം എന്താണ്? യെസ്, ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ ഇമ്പാക്റ്റ് ഇവിടെ കുറഞ്ഞു അല്ലേ? അതായത് ഫസ്റ്റ് കേസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, അതായത് നമ്മുടെ റിബ്സ് ഒടിഞ്ഞു പോകും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, യെസ്, അതിവിടെ കുറഞ്ഞു വന്നു. അപ്പം അവിടെ ഏരിയയുമായിട്ട് ഇതിന് എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സച്ച് എവറി ഡേ എക്സ്പീരിയൻസസ് കൺവിൻസ് അസ് ദാറ്റ് ബോത്ത് ദ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് കവറേജ് ഏരിയ, അതായത് ഫോഴ്സും അത് ആക്ട് ചെയ്യുന്ന ഏരിയയും എന്തുണ്ട്? എന്തോ ഒരു സംതിങ് കണക്ഷൻ ഉണ്ട്. ഏരിയ കൂടുമ്പം ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്? കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് സ്മോളർ ദ ഏരിയ ഓൺ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതാണ് ഫസ്റ്റ് കേസിൽ. അതായത് ആന വന്നിട്ട് നേരെ ചെസ്റ്റിൽ വന്ന് ചവിട്ടാണ്. അപ്പൊ നമുക്ക് എന്തുണ്ടായി? ആ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു, കാരണം ഏരിയ കുറവായിരുന്നു. സെക്കൻഡ് കേസ് ആയപ്പോൾ തന്നെ ഒരു വുഡൻ പ്ലാങ്ക് വെച്ചു. ദാറ്റ് മീൻസ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ഇൻക്രീസ് ചെയ്തു, ഇമ്പാക്റ്റ് കുറഞ്ഞു വന്നു. ക്ലിയർ ആയില്ലോടാ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഫോഴ്സും ഏരിയയും തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നത് കേട്ടോ. ഫോഴ്സും ഏരിയയും തമ്മിലുള്ള ഒരു ബന്ധം. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. കാര്യം എന്താടാ? യെസ്, നമുക്കിവിടെ ഫ്ലൂയിഡ്സ് അല്ലേ, അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്നത് ലിക്വിഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ലിക്വിഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോഡീനെ നമ്മൾ മുക്കി വെച്ചു. ഓക്കെ, മെർജ് ചെയ്ത് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചു. ഓക്കെ, അതാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം എടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ലിക്വിഡ് എടുത്തു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഒരു എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു. അത് ഡിപ്പ് ചെയ്ത് പോയി. അവിടെ എന്താണ്? യെസ്, ഈ ലിക്വിഡ് ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോഡിയിലോട്ട് എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്യും? യെസ്, ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അത് ഓൾവേസ് എന്തായിരിക്കും? അതായത് ലിക്വിഡ് പ്രൊവൈഡ് ചെയ്യുന്ന, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായിരുന്നടാ? ലിക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഒരു ഒബ്ജക്റ്റിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ആ ഒബ്ജക്റ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, അതെന്തായിരിക്കും? ഈ ഒബ്ജക്റ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, യെസ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കേടാ, when an object is submerged in a fluid at rest. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എവിടെയാ? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ, അതായത് നിശ്ചലമായിട്ടുള്ള വെള്ളത്തെ കുറിച്ചിട്ട് മാത്രമേ നമ്മളിപ്പോൾ സംസാരിക്കുള്ളൂ. ഓക്കെ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി നിശ്ചലമായി നിൽക്കുന്ന വെള്ളത്തിനെ കുറിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുന്ന ലിക്വിഡ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഒഴുകുന്നതിനെ കുറിച്ച് സംസാരിക്കുക കേട്ടോ. ഇപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു വെള്ളത്തിലോട്ട് നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ലിക്വിഡിലോട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഇട്ട് കഴിയുമ്പം അത് അവിടെ മുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ്? യെസ്, അതിൻ്റെ സർഫസിലോട്ട് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും? യെസ്, ഫോഴ്സ് കൊടുക്കും. ഓക്കെ, ദിസ് ഫോഴ്സ് ഇസ് ഓൾവേസ് നോർമൽ. അങ്ങനെ നോർമൽ ആയിട്ട് സർഫസിന് നോർമൽ ആയിട്ട് വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ത്രസ്റ്റ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോടാ? ത്രസ്റ്റ് ഫോഴ്സ്. ഇനി ഈ ഒരു വാക്ക് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും കേൾക്കുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫോഴ്സ് ഇസ് ഓൾവേസ് നോർമൽ ടു ദ ഒബ്ജക്ട് സർഫസ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഒബ്ജക്റ്റിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ത്രസ്റ്റ് ഫോഴ്സ്. ഈ ത്രസ്റ്റ് ഫോഴ്സ് ആകുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സും പ്രഷറും എന്തായിരിക്കുന്നത്? സെയിം ആയിരിക്കുന്നത്. സ്ട്രെസ്സും പ്രഷറും സെയിം ആണോ? അല്ല, ആക്ച്വലി അത് സെയിം അല്ല. പക്ഷേ അത് സെയിം ആകും എപ്പോൾ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ത്രസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ.
Clear aleda? Yes. If this is because if there were a component of force parallel to the surface, the object will also exert a force on the fluid parallel to it. As a consequence of Newton's third law, yes, then this force will cause the fluid to flow parallel to the surface. Since the fluid is at rest, fluid restilana in the mean cheyidittundenkil, this cannot happen. Then the force exerted by the fluid at rest has to be perpendicular to the surface in contact with it. And this is നമ്മൾ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇമേജ് എന്താണ്? യെസ്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? യെസ്, പ്രഷറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അവിടെ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ഫോഴ്സിനും ഏരിയനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് അറ്റ് എ പോയിന്റ് മേ ബി മെഷേർഡ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ ഇപ്പം ഇവിടെയാണ് നമ്മൾ ഒരു പ്രഷർ അറിയേണ്ടതെന്ന് വിചാരിക്കുക. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻ ഐഡിയലൈസ്ഡ് ഡിവൈസ് ഫോർ മെഷറിംഗ് പ്രഷർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെന്തുണ്ട്? യെസ്, ഒരു വാക്വം ചേംബർ ഉണ്ട്. ഓക്കെ, ഒരു സിലിണ്ടറോ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഇൻസൈഡ് ഒന്നുമില്ല, വാക്വം ആണ്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നത്? യെസ്, അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ അല്ലെ? സ്പ്രിങ് ഉണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്. ക്ലിയർ? ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദിസ് ഡിവൈസ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഫ്ലൂയിഡ്. നമുക്ക് എവിടത്തെ പ്രഷറാണ്, ഏത് പോയിന്റിലെ പ്രഷറാണ് നമുക്ക് അറിയേണ്ടത്. ആ പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ കൊണ്ടുവയ്ക്കുവാണ്. Clear aleda? Yes. Then this device is placed at the point inside the fluid. The inward force exerts by the fluid on the piston is balanced by the outward spring force and it is thereby measured. അതായത് വൺസ് നമ്മൾ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫ്ലൂയിഡിലോട്ട് ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി അവിടെ ആ സിലിണ്ടറിന്റെ പിസ്റ്റണിലോട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? യെസ്, അപ്പം എന്താവും? ഈ സ്പ്രിങ് ഇവിടെ കംപ്രസ് ആവും. ക്ലിയർ ആയല്ലോ? യെസ്, അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇത് നമുക്കറിയാം സ്പ്രിങ് എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണ് അല്ലേ? കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇത് ഡിസ്പ്ലേസ്ഡ് ആയി, അതായത് ഇത് കംപ്രസ് ആയി, ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്പ്രിങ് കംപ്രസ് ആവും. സോ വൺസ് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ് എന്തായി? കംപ്രസ് ചെയ്തിട്ട് ഇത്രയും ഡിസ്റ്റൻസ് മാറും. അപ്പം ആ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയും കൂടെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ കണ്ടുപിടിച്ചൂടെ? പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? യെസ്, സിമ്പിൾ അല്ലേ? സോ നമ്മൾ ഈ പറയുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവറേജ് പ്രഷറാണ്. ഇപ്പം നമ്മൾ പറയുന്ന പ്രഷർ എന്താണ്? ആവറേജ് പ്രഷറാണ്. സോ പി ആവറേജ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ബൈ എ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ പിസ്റ്റൺ ഏരിയ ക്യാൻ ബി മെയ്ഡ് വളരെ ചെറുതാണ് ഈ ഏരിയ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഡെൽറ്റ എ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഏരിയനെ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് ടു 0, വളരെ 0നോട് അടുത്തൊരു വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എ എന്ന് നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എ. അതായിരിക്കും ആ ഒരു നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്കറിയാലോ പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇവിടെ പ്രഷറിന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് എല്ലാ ഡയറക്ഷനിലോട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല സ്പെസിഫിക് ആയിട്ട് ഈ ഒരൊറ്റ ഡയറക്ഷനിലാണ് ഈ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. വി റിമൈൻഡ് ദ റീഡർ ദാറ്റ് ഇറ്റ് ഈസ് ദ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് നോർമൽ ടു ദ ഏരിയ അണ്ടർ കൺസിഡറേഷൻ ആൻഡ് നോട്ട് ഫോഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ന്യൂമറേറ്റർ. ഇറ്റ്സ് ഡയമെൻഷൻസ് ആർ. ഓക്കെ, നമുക്കറിയാം പ്രഷറിന്റെ ഇത് വരുന്നത് ഇക്വേഷൻ വരുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഇതിന്റെ യൂണിറ്റ് വരെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തും കൂടെ പറയും? യെസ്, പാസ്കൽ എന്നും പറയും. ക്ലിയർ അല്ലടാ? പാസ്കൽ എന്നും പറയും. ഇനി നോക്കിക്കേ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് യെസ്, നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമിക്ക് ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലേ? സോ ഈ അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യും? ഭൂമി ഇങ്ങനെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും അല്ലേ? സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അറ്റ്മോസ്ഫിയർ എർത്തിന്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സീ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, സീ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ നമുക്ക് നോക്കാം. സോ ഇവിടെ നിന്ന് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mg അല്ലേ? ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ അല്ലേ? mg ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ എത്ര കിട്ടാമെന്നറിയാവോ? അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ നമുക്ക് കിട്ടാം 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 1.013 ഇൻറ്റു 10⁵
പാസ്കൽ എന്ന് പറയാം അല്ലെ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതിനെയാണ് പാസ്കൽ എന്ന് പറയുന്നത്. ഇതേ യൂണിറ്റിനെ തന്നെയാണ് അല്ലെങ്കിൽ 180m അല്ലെ, ഇത് പ്രഷറാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ mg എടുത്തു, ഡിവൈഡഡ് ബൈ ഏരിയ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ എന്തായിരുന്നു? 1.013 × 10⁵ ആണ്. സോ ഈ ഒരു വാല്യൂന് അല്ലെങ്കിൽ ഈ 10⁵ പാസ്കൽ അല്ലെങ്കിൽ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബാർ എന്ന് വിളിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.013 ബാർ എന്ന് പറയും. 180m പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1.013 ബാർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് ഇവിടെ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, പ്രഷറിന്റെ വേറൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒരു യൂണിറ്റ് ആണ്, പാസ്കൽ ഒരു യൂണിറ്റ് ആണ്. കാരണം 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 പാസ്കൽ ആണ്. ഓക്കെ, സോ അതും പറയാം. ആൻഡ് ഓൾസോ നമുക്ക് ഒരു യൂണിറ്റും കൂടെ കിട്ടി, അതായത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? 1 ബാർ എന്ന് പറയാം. സോ നമ്മുടെ വാല്യൂ എന്ത് വരും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ നമുക്ക് കിട്ടും 1.013 ബാർ എന്ന് കിട്ടും. ഈ അറ്റ്മോസ്ഫിയറിക് ഈ വാല്യൂ എങ്ങനെ വന്നതെന്നൊക്കെയുള്ളത് നമ്മൾ വീണ്ടും ഇനി ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാം ഡെൻസിറ്റി. ഓക്കെ അല്ലേ, ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമ്മുടെ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? kg/m³ ആയിരിക്കും നമ്മുടെ മാസ് പെർ വോളിയം അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിറ്റിയുടെ വാല്യൂ വരുന്നത്. ആൻഡ് എ ലിക്വിഡ് ഇസ് ലാർജ്ലി ഇൻകംപ്രസിബിൾ ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഇസ് therefore nearly constant at all pressures. Gases on the other hand exhibit a large variation in densities with pressure. ഇനി നോക്കിക്കേടാ, ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ എപ്പോഴും വാട്ടറിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4°C ആണ്. അതിന്റെ കാരണം നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും 4°C എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. സോ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 4° എടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും 0° ഒക്കെ എടുക്കും. ഇതിന് മാത്രം എന്താണ് 4°? വാട്ടറിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പറയും. സോ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം ആണ്. ഇതിന്റെ യൂണിറ്റ് വരുന്നത് kg/m³ ആണ്. ആൻഡ് വാട്ടറിന്റെ വരുന്നത്, ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി വരുന്നത്, ഓക്കെ, വാട്ടറിന്റെ ഡെൻസിറ്റി വരുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 1000 kg/m³ ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 g/cm³ എന്ന് നമുക്ക് ഇടാം. ഓക്കെ, 1000 kg/m³, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് 1 g/cm³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി വരുന്നത്. ഓക്കെ അല്ലേ, ആൻഡ് ദിസ് ഈസ് അറ്റ് 4°C കേട്ടോ. ഓക്കെ, അത് തെറ്റിക്കരുത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ അല്ലേ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഡെൻസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. ഓക്കെ അല്ലേ, ഇനി എന്തിനാണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒന്നുമല്ല, സിമ്പിൾ ആണ്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വാല്യൂ 1-നേക്കാട്ടിലും കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ 1-നേക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കേ, ഇതെന്താ? ബോഡിയുടെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി. സോ ഇതിന്റെ വാല്യൂ, ഈ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ 1-നേക്കാട്ടിലും കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ബോഡിയുടെ ഡെൻസിറ്റി എന്താണ്? വാട്ടറിന്റെ ഡെൻസിറ്റിനെക്കാട്ടിലും കൂടുതലാണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് ആ ബോഡി എന്ത് ചെയ്യും? വാട്ടറിൽ സിങ്ക് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ വാട്ടറിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടിയ ഒരു ബോഡി വരുമ്പോഴാണ് എന്ത് ചെയ്യത്തുള്ളൂ? വാട്ടറിൽ സിങ്ക് ആവത്തുള്ളൂ. സോ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ്, ഏതൊക്കെ ഒബ്ജക്റ്റ് സിങ്ക് ആവും, ഏതൊക്കെ ഫ്ലോട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി ലെറ്റ്സ് സേ സപ്പോസ് നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ <1 ആണ്. <1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് എന്താണ്? യെസ്, ആ ബോഡിയുടെ ഡെൻസിറ്റി വാട്ടറിനെക്കാട്ടിലും കുറവാണ് അല്ലേ. ബോഡിയുടെ ഡെൻസിറ്റി എന്താണ്? വാട്ടറിനെക്കാട്ടിലും കുറവാണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഈ ബോഡി ഈ വാട്ടറിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഇതുപോലെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലൂയിഡ്സിലും അല്ലെങ്കിൽ ഓരോ ലിക്വിഡ്സിലും ഓരോ വസ്തുക്കൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യോ സിങ്ക് ചെയ്യോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും കൂടെ നമ്മൾ കവർ ചെയ്തു. എന്തൊക്കെയായിരുന്നു? പ്രഷർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ പ്രഷറും ഫോഴ്സും ഏരിയയുമൊക്കെ ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രഷറിന്റെ യൂണിറ്റുകൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡെൻസിറ്റിയിലോട്ട് വന്നു. പിന്നെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് സോ ഫാർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദ സർഫസ് ഓവർ വിച്ച് ദ ഫോഴ്സ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് നമ്മൾ പറഞ്ഞ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ ഇസ് ദ ത്രസ്റ്റ് ഫോഴ്സ്. ഓക്കെ, നോർമൽ ടു ദ സർഫസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. സോ ദ ത്രസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ ആൻഡ് ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ, ആൻഡ് അതിന്റെ SI യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇഫ് എ ഫോഴ്സ് F is uniformly distributed over a surface area A, then pressure will be equal to perpendicular force divided by A. ഇനി ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതിന്റെ SI യൂണിറ്റ് വരുന്നത് kg/m³ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്നുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ.
ഓക്കെ അല്ലേ? സോ ഇതാണ് ഇതിൻ്റെ ഈ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വരുമ്പോഴും അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ 1 വരുമ്പോഴും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ സിങ്ക് ആണ്, ഇവിടെ ഫ്ലോട്ടിംഗ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പം ഇനി അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യാനായി. അപ്പം അവിടെ ഇടയ്ക്ക് വന്നൊരു ചോദ്യമാണ് ദ 2 thigh bones. ഓക്കെ, നമ്മുടെ തുടയിലുള്ള എല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഈച്ച് ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 10 cm² സപ്പോർട്ട് ദ അപ്പർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഓഫ് മാസ് 40 kg. അതായത് നമ്മുടെ ബോഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ബോഡി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ബോഡി. സോ ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഇപ്പം ഇതിലിപ്പോൾ ഇവിടെ തുടരാമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ അപ്പർ പാർട്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു മുകളിലോട്ടുള്ള ഈ വശം 40 kg ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 40 kg ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ആവറേജ് പ്രഷർ സസ്റ്റെയിൻഡ് ബൈ ദ, അതായത് ഇത്രയും വെയിറ്റ് നമ്മുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ തൈസിൻ്റെ ബോണിലോട്ട് വരുമ്പം എത്രത്തോളം ആയിരിക്കും ആവറേജ് പ്രഷർ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? പ്രഷർ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സോ ഇവിടെ നമുക്കറിയാം, നമുക്ക് 2 thigh bones ഉണ്ട് അല്ലേ? thigh bones എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? 2 എണ്ണം ഉണ്ട് ഇല്ലേ? വലതും ഇടതും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായി പോകും? 2 ഇൻറ്റു ഇപ്പോൾ ഉള്ളത് ഒരെണ്ണത്തിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഉള്ളത് 10 cm² ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 2 ഇൻറ്റു 10⁻⁻⁴ m² ആയിരിക്കും. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി അടുത്തത്, അല്ലെങ്കിൽ നമുക്ക് പറയാം 20 ഇൻറ്റു 10⁻⁻⁴, കാരണം 2 ഇൻറ്റു 10 cm² അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. സോ നമുക്ക് കിട്ടി 20 ഇൻറ്റു 10⁻⁻⁴ m² എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്കറിയാം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 40 kg ആണ്. ഓക്കെ അല്ലേ? ഫോഴ്സും കിട്ടി, ഏരിയയും കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? പി ആവറേജ്. സോ നമുക്ക് എഴുതാം 2 ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡഡ് ബൈ 40. സോറി, 40 ഡിവൈഡഡ് ബൈ, ആൻഡ് ജി ഉണ്ടല്ലേ? ജീൻ്റെ വാല്യൂ ഇടണം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ബോഡിയുടെ മാസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് പറയണം, കണ്ടോ ഇവിടെ മാസ് ആണ്. സോ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10⁻⁻⁴. ക്ലിയർ ആയില്ലോടാ? സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 10⁵ Nm/m² എന്ന് കിട്ടും. ഇതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവറേജ് പ്രഷർ. നമ്മുടെ ബോണിലോട്ട് തൈ ബോൺസിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവറേജ് പ്രഷറിന്റെ വാല്യൂ ഇതാണ്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരെ ഏരിയ എടുക്കുമ്പോഴാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു തൈൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 10 cm² എന്ന്. 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം 20 cm² ആയിരിക്കും നമ്മുടെ ടോട്ടൽ എന്ത് വരുന്നത്? യെസ്, നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നത്. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊക്കെയും അറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും, ചിലരൊക്കെ പഠിച്ചു കാണും. പഠിക്കാത്തവർ ടെൻഷൻ അടിക്കണം, നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, സോ ഇതുവരെയും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇനിയും NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കാത്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് നമ്മൾ പഠിച്ചു തീർക്കും. ഓക്കെ, അതാണ് നമ്മുടെ അടുത്തൊരു ഗ്യാരണ്ടി. സോ ഇതുപോലെ ഫ്ലൂയിഡ്സ് മാത്രമല്ല, ഇനി നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക് തിയറി ഉണ്ട്, അതുപോലെ വേവ്സ് ഉണ്ട്, ഓസിലേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ആരും മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ്, എസ്പെഷ്യലി നിങ്ങൾക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ യെസ്, അപ്പോൾ നമ്മുടെ പാസ്കൽസ് ലോയിലോട്ട് വരുവാണ്. സോ പാസ്കൽസ് ലോ, അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പ്രഷറിന്റെ എല്ലാവിധ ടോപ്പിക്സും അല്ലെങ്കിൽ എല്ലാവിധ കണ്ടന്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാസ്കൽസ് ലോ ആണ്. സോ പാസ്കൽസ് ലോയിൽ പറയുന്നത് എന്താണ്? യെസ്, ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. സോ ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ നമുക്ക് ഒരു കണ്ടെയ്നറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പെഷ്യൽ ഷേപ്പ്, ഈ ഒരു ഷേപ്പിൽ നമ്മൾ വിളിക്കുന്നതാണ് വെഡ്ജ്. ഓക്കെ, സോ ആ ഒരു ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിരിക്കുവാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതിന്റെ ഷേപ്പ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കാണിച്ചു തരാം. അതായത് ഈ വെഡ്ജിന്റെ ഷേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമുക്കറിയാലോ നമ്മുടെ പ്രഷറിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇതിപ്പം ഒരു ബീക്കറാണ്, ഇതിനുള്ളിൽ ഫുൾ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കും. സോ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ, ഓക്കെ, ഇതാണ് ഞാൻ P1, ഓക്കെ, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ P1 ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ടായിരിക്കും? പ്രഷർ ഉണ്ടായിരിക്കും അല്ലേ? എല്ലാ ഡയറക്ഷനിലോട്ടും പ്രഷർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ഓക്കെ, പ്രഷർ
at a point in a static fluid is equal in all directions. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നിട്ടുള്ള ഫുള്ള്, അതായത് ഈ ഒരു പോയിന്റിൽ എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ടായിരിക്കും, പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. സെയിം പ്രഷർ, അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തത്. പ്രഷർ അറ്റ് എ പോയിന്റ്, ഓക്കെ, ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ലിക്വിഡ്, ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നിശ്ചലമായിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. ഈസ് ഈക്വൽ ടു ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ എല്ലാ ഡയറക്ഷനിലോട്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അടുത്തത് നമ്മൾ ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെന്ന് വിചാരിക്കും, P2, ഇവിടുത്തെ പ്രശ്നത്തിനാണ് P2. അങ്ങനെയാണെങ്കിൽ P1ന്റെയും P2ന്റെയും വാല്യൂ സെയിം ആയിരിക്കും? ഡെഫിനറ്റ്ലി അല്ല, അല്ലേ? നമുക്കറിയാം താഴത്തോട്ട് പോകും തോറും എന്തായിരിക്കും, പ്രഷർ കൂടും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, യെസ്, P1നെക്കാട്ടിലും കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പം നമുക്ക് മനസ്സിലായി, ഡെപ്ത് കൂടിയാൽ പ്രഷറും കൂടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അതിനും കൂടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ എഴുതുന്നത്. അതായത് നമുക്ക് ഇതിൽ പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ്. പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്, ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് സെയിം ഹൈറ്റ്. ഓക്കെ അല്ലേടാ? സോ ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്കൽസ് ലോയിൽ വരുന്ന കാര്യം തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞു ഇവിടെ P1 ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇവിടുത്തെ പ്രഷർ P2 ആണെന്ന് പറഞ്ഞു. P1ഉം P2ഉം ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഡെപ്ത് മാറിയതുകൊണ്ടാണ്. ഇനി അതേ ലെവലിൽ തന്നെ P1ന്റെ അതേ ലെവലിൽ തന്നെ നമ്മളൊരു പോയിന്റ് എടുത്തു, ദാറ്റ് ഇസ് P3. അപ്പം P3യിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും P1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറും തമ്മിൽ എന്തായിരിക്കും ബന്ധം? രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും സെയിം ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഒരു ഫ്ലൂയിഡിൽ, ഒരു പെർട്ടിക്കുലർ, അതും സ്റ്റാറ്റിക് ആണ്, നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഡയറക്ഷനിലോട്ടും ഉള്ള പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. എന്താണ്? അതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്, സെയിം ഹൈറ്റിലാണ് നമ്മൾ എടുക്കുന്ന പോയിന്റ്സ്, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും സീ ലെവലിൽ നിന്നും സെയിം ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, യെസ്, അവിടെ ഈ എല്ലാത്തിൻ്റെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയോടാ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എക്സ്റ്റേണലി നമ്മൾ പ്രഷർ കൊടുക്കുക. അതായത് ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പിസ്റ്റൺ വെച്ചിട്ട്, ഓക്കെ, ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, ഒരു പിസ്റ്റൺ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്തു, എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. എക്സ്റ്റേണൽ, എഫ് എക്സ്റ്റേണൽ. ഓക്കെ, സോ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റ് P1 എന്ന് പറയുന്ന പോയിന്റിൽ എത്ര എക്സ്പീരിയൻസ് ചെയ്യൂടാ? P1 പ്ലസ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്, ഇപ്പം നമ്മൾ ലെറ്റ്സ് സേ P എന്ന് പറയുന്ന പ്രഷറാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ P കിട്ടും. അതുപോലെ തന്നെ P3 എന്ന് പറയുന്ന പോയിന്റിലും ഒരു വ്യത്യാസമില്ലാതെ എന്താവും? ഈ P തന്നെ കിട്ടും. ഇനി P2 എന്ന് പറയുന്ന പോയിന്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല, ഇതേ P തന്നെ കിട്ടും. ഓക്കെ, അതായത് എക്സ്റ്റേണലി നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ പോയിന്റ്സിലോട്ടും ഒട്ടും കുറയാതെ തന്നെ, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണ്, ഒട്ടും കുറയാതെ തന്നെ അത് എന്ത് ചെയ്യും? എല്ലാ പോയിന്റ്സിലും കിട്ടിയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു P4, അതെന്തായിരിക്കും? P4 പ്ലസ് P ആയിരിക്കും അവിടുത്തെ പ്രഷർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ദ ചേഞ്ച് ഇൻ പ്രഷർ, ഓക്കെ, ദ എക്സ്റ്റേണൽ പ്രഷർ, ഓക്കെ അല്ലേ? അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്ലൈ ടു എ കൺഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് അല്ലേ, ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ കൺഫൈൻഡ് ആയിട്ടുള്ള ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ഓക്കെ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? അവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ ഒട്ടും കുറയാതെ, ഓക്കെ, അൺഡിമിനിഷ്ഡ് ടു എവറി, ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോയിന്റ്സ് ഇൻ ദ ഫ്ലൂയിഡ്. ഓക്കെ, അത് ഈ ഫ്ലൂയിഡിലോട്ട് മാത്രമല്ല, ഇതിന്റെ ഈ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഈ വോളിലോട്ടും എന്ത് ചെയ്യും? സെയിം പ്രഷർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ക്ലിയർ അല്ലേടാ? 3 പോയിന്റ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു, ആ പോയിന്റിന്റെ എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വൽ പ്രഷർ ആയിരിക്കും. ഇനി സെയിം ഹൈറ്റിലാണ് ഇരിക്കുന്നത് നമ്മൾ എടുക്കുന്ന എല്ലാ പോയിന്റ്സും, അവിടെയും എന്തായിരിക്കും? ഈക്വൽ പ്രഷർ ആയിരിക്കും. ഇനി ലെറ്റ്സ് സേ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൊടുത്തു. പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത പറഞ്ഞത്? യെസ്, അവിടെ ഒട്ടും കുറയാതെ, ഓക്കെ, ഒരു പോയിന്റിൽ പോലും, ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഒരു പോയിന്റിലാണെങ്കിൽ പോലും, ഓക്കെ, കണ്ടെയ്നറിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്, അവിടെ പോലും ഇവിടെ P ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒട്ടും കുറയാതെ ഈ താഴത്തെ ഇൻക്ലൂഡിങ് എവറി പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രഷർ അവിടെ കിട്ടിയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, ഈ പ്രഷർ എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന പ്രഷർ വിത്തൗട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് അൺഡിമിനിഷ്ഡ് ത്രൂ ഔട്ട് ഓൾ ദ പോയിന്റ്സ്.
ക്ലിയർ അല്ലേ? ആൻഡ് ജസ്റ്റ് ഫ്ലൂയിഡിലെ പോയിന്റ്സിന് മാത്രമല്ല കണ്ടെയ്നറിനും സെയിം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ വെഡ്ജിലോട്ട് വരുവാണ് കേട്ടോ. വെഡ്ജിലോട്ട് വരുമ്പം ഇത് പ്രൂഫാണ്, അതായത് നമ്മുടെ ഈ പാസ്കൽസ് ലോ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് കാണിക്കുന്ന പ്രൂഫിലോട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളൊരു വെഡ്ജ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പം ഈ വെഡ്ജ് ഷേപ്പിന്റെ ഞാൻ 3 ഭാഗങ്ങൾ പറയുവാണ്. അതായത് ഇപ്പം എന്താ നോക്കിക്കേ, ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ വെഡ്ജ് ഷേപ്പ്. ഓക്കെ അല്ലേ? സോ ഇതിന്റെ ഈ ഭാഗത്തിനെ ഞാൻ ബി എന്ന് വിളിച്ചു, അതായത് ഈ ഒരു സർഫസിനെ ഞാൻ ബി എന്ന് വിളിച്ചു. ആൻഡ് ആ താഴത്തെ സർഫസിനെ ഞാൻ എ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഒരു സർഫസിനെ ഞാൻ എന്താ വിളിച്ചത്? സി എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? സോ ഡെഫിനറ്റ്ലി ഇത് വാട്ടറിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ലിക്വിഡിലോട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡിലോട്ട് വരുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ ഒബ്ജക്റ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നോക്കിക്കേടാ, ഈ എ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാ ഇങ്ങനെ ഫോഴ്സ് വന്നു. ഓക്കെ അല്ലേ? സി സൈഡ് നോക്കുമ്പോഴും പ്രശ്നമില്ല. പക്ഷെ ബിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പ്രതലം ചെരിഞ്ഞിട്ടാണ്, അല്ലെ? ഈ ഒരു സർഫസ് ചെരിഞ്ഞിട്ടാണ്. അപ്പൊ എന്താ ചെരിഞ്ഞിട്ട് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ, അല്ലെ? ഇതെന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ കമ്പോണൻസ് ആക്കും. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ കമ്പോണൻസ് ആക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ കമ്പോണൻസ് ആക്കി എന്തിനാണെന്നുള്ളത് നമുക്ക് ലേറ്റർ മനസ്സിലാവേ. ഓക്കെ, സോ ഞാൻ ഇത് ഒന്നും കൂടെ ഇവിടേക്ക് മാറ്റി വരയ്ക്കുവാണ്. ഓക്കെ, സോ ദാ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്തു. സോ ഞാൻ അതിനെ കമ്പോണൻസ് ആക്കി. സോ എനിക്ക് ഈ സൈഡിലും കമ്പോണൻസ് കിട്ടി. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ഈ വെഡ്ജിന്റെ ഈ ഒരു ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ആംഗിളും കൂടെ തീറ്റ ആവുമല്ലോടാ? യെസ്, നമ്മുടെ ഈ ആംഗിളും തീറ്റയായിട്ട് വരും. ഓക്കെ അല്ലേ? കാരണം എന്തുവാടാ? ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് കിട്ടും 90 മൈനസ് തീറ്റ. സോ ഈ ആംഗിൾ എത്രയാണ്? ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. ഓക്കെ, സോ തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറയാം എഫ് ബി കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് എഫ് ബി സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പം എനിക്ക് 2 കമ്പോണൻസ് കിട്ടി. ഇനി ഇവിടെയാണെങ്കിൽ എഫ് സി ഉണ്ട്, അത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് വറി ചെയ്യാനില്ല. ആൻഡ് ദിസ് ഇസ് എഫ് എ. അങ്ങനെ 3 കമ്പോണൻസ് അല്ലെങ്കിൽ 3 ഫോഴ്സസ് നമ്മൾ ആക്ട് ചെയ്യുന്നത് എടുത്തു. ക്ലിയർ? യെസ്. ഇനി നമുക്കറിയാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സ് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് പറ്റുമെങ്കിൽ അത് മൂവ് ചെയ്തേനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വെഡ്ജ് മൂവ് ചെയ്തേനെ. സോ ഇതിന് മൂവ്മെന്റ് പോസിബിൾ അല്ല. ഈ ഇത്രയും ഫോഴ്സിന് എന്തല്ല? മൂവ്മെന്റ് പോസിബിൾ അല്ല. കാരണം എന്താണെങ്കിൽ ഇത്രയും ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ അല്ലേ? ഇത്രയും ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണ്. ഇതിന് മൂവ്മെന്റ് പോസിബിൾ അല്ല. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, അതായത് നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് വരണ്ടേ? അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് വരണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാം ഏതൊക്കെയായിരിക്കും ഈക്വൽ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് ഓരോ ഡയറക്ഷൻ എടുത്ത് നോക്കാം. ഓക്കെ, സോ യെസ്, ഇവിടെ നമ്മൾ നോക്കി കഴിയാണെന്നുണ്ടെങ്കിൽ എഫ് സി. ഓക്കെ, എഫ് സി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും എഫ് സി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ബി സൈൻ തീറ്റ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവർ തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നെക്സ്റ്റ് ആരാ വരുന്നത്? എഫ് എ ആണ്. സോ എഫ് എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എഫ് എ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? എഫ് എ കോസ് തീറ്റ, എഫ് ബി കോസ് തീറ്റ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഫ് ബി കോസ് തീറ്റയും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? എഫ് നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് വെക്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എപ്പോൾ? അതായത് ഇപ്പം ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഏരിയയിലോട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്ന് വീഴുന്നു. ഓക്കെ അല്ലേ? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്ന് വീഴുമ്പം ഏരിയന്റെ ഓറിയന്റേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആംഗിളോ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വഴി ഈ വന്ന് വീഴുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാറ്റം വരുവാണ്. ഇപ്പൊ നോക്കിക്കേടാ, ഇപ്പൊ നമുക്ക് 5 ലൈൻസ്, ഓക്കെ, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പം ലൈറ്റ് റേയോ വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, സോ അങ്ങനെ 5 റേ വന്ന് വീഴുന്നുണ്ട്. ഇനി ഞാൻ അതിന്റെ ഓറിയന്റേഷൻ മാറ്റി ഞാൻ കുറച്ച് ചെരിച്ചു വെച്ചു. ഓക്കെ അല്ലേ? സോ നോക്കി കഴിയുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 എണ്ണം പോകത്തില്ല, 4 ലൈൻസ് മാത്രമേ ഇവിടെ വന്ന് പതിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ വന്ന് വീഴുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നു. അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഏരിയനെ നമ്മൾ സ്കെയിലർ ആയിട്ടല്ല വെക്റ്റർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ അല്ലേ? വെക്റ്റർ ആയിട്ടാണ് പരിഗണിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ നോക്കി കഴിയുമ്പോൾ എങ്ങനെയാ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ വരുന്നത്? യെസ്, പെർപെൻഡിക്കുലർ ആയിരിക്കും. സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്ന സർഫസ് അല്ലെങ്കിൽ നമ്മുടെ സി എന്ന് പറയുന്ന സർഫസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും സർഫസിന് പുറത്തോട്ടായിരിക്കും. ആൻഡ് ഇവിടെ എന്താണ്? ഇതും ചരിഞ്ഞ പ്രതലമാണ് അല്ലേ? സോ ദാറ്റ് മീൻസ് ഇത് പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ആയിരിക്കും ഏരിയ വെക്റ്ററും ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ വെക്റ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇതുപോലെ നമ്മൾ കമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. സോ ദിസ് ഇസ് എ സി.
AA and this is AC and ഇവിടെ വരുന്നത് ചെരിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ AA എന്ന് പറയുന്നത്, AB എന്ന് പറയുന്നത്. സോ ഇതിനെ ഞാൻ കമ്പോണൻസ് ആക്കാൻ പോവാണ്. കമ്പോണൻസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾസ് കിട്ടും. ഓക്കെ, സോ ദിസ് വൺ ഓക്കെ അല്ലേടാ. സോ ഇവിടെ നമുക്ക് കിട്ടും തീറ്റയാണ് ആംഗിൾ എന്ന് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AB കോസ് തീറ്റ ഇവിടെ വരും ആൻഡ് അതുപോലെ തന്നെ ഇവിടെ AB സൈൻ തീറ്റയും വരും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഏരിയ വെക്ടറും എന്ത് തന്നെയാണ്? യെസ്, ഇക്വിലിബ്രിയത്തിലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ ഫോഴ്സിന്റെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏരിയ വെക്ടറിന്റെയും പറയും. അതായത് AA ഇസ് ഈക്വൽ ടു എന്തായിരിക്കും എടാ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പോണന്റ് വരുന്നില്ലേ? സോ ദാറ്റ് മീൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു AB കോസ് തീറ്റ. ക്ലിയർ അല്ലേ? യെസ്, സോറി, ഇതിന്റെ ഡയറക്ഷൻ മാറിപ്പോയി കേട്ടോ. ഇത് ഔട്ട്വേർഡ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് കിട്ടി AB കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മൾ AC എഴുതുവാണെങ്കിലോ, യെസ്, ദിസ് വിൽ ബി AB സൈൻ തീറ്റ എന്നും വരും. ക്ലിയർ അല്ലേടാ? അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാലോടാ, ഫോഴ്സ് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ PA എന്ന് പറയുന്നത് എന്തായിരിക്കും? PA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FA ബൈ AA ആയിരിക്കും. അതുപോലെ PB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് വിൽ ബി FB ബൈ AB ആയിരിക്കും. ഇനി PC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, യെസ്, ദാറ്റ് വിൽ ബി FC ഡിവൈഡഡ് ബൈ AC ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ അഡീഷണൽ ആയിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? യെസ്, ഈ ഫോഴ്സും ഏരിയയും എല്ലാം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ 2 കണ്ടീഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 കണ്ടീഷൻസും നമുക്ക് കിട്ടിയത്. 1, 2, 3, 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നേരെ കണ്ടുപിടിക്കേണ്ടത് പ്രഷറിനെയാണ്. അതായത് പോയിന്റ് എയിൽ അല്ലെങ്കിൽ A സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, B സർഫസിൽ ആക്ട് ചെയ്യുന്നത്, C എന്ന് പറയുന്ന സർഫസിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ PA കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഫിഗർ ഓക്കെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പം എവിടെ വരയ്ക്കും എന്നുള്ളതാണ് സംശയം. ഓക്കെ, എനിവേ ഞാൻ ഇതൊക്കെ കുറച്ച് മാറ്റുവാണേ. ഓക്കെ, സോ നമ്മൾ PA കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മൾ പറഞ്ഞു FA ഡിവൈഡഡ് ബൈ AA ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കേടാ, FAക്ക് ഈക്വലന്റ് ആയിട്ട് ആരുണ്ട്? FB കോസ് തീറ്റ ഉണ്ട് അല്ലെ? FB കോസ് തീറ്റ ഉണ്ട്. ഡിവൈഡഡ് ബൈ AAക്കോ AB കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, സോ കോസ് തീറ്റ പോയിട്ട് എനിക്ക് എന്ത് കിട്ടി? FB ബൈ AB. FB ബൈ AB എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു PB അല്ലേ? ഇനി അടുത്ത നമ്മൾ ഇതുപോലെ തന്നെ PC കണ്ടുപിടിക്കാൻ പോവാണ്. PC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FC ഡിവൈഡഡ് ബൈ AC ആണ്. FCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? FB സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ACക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? AB സൈൻ തീറ്റ. സൈൻ തീറ്റ ക്യാൻസൽ ആയിപ്പോയി, നമുക്ക് കിട്ടി FB ബൈ AB. ക്ലിയർ അല്ലേ? ആൻഡ് ദിസ് ഇസ് അഗെയിൻ PB. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ PA ഇസ് ഈക്വൽ ടു PB ആണ് ആൻഡ് PC ഇസ് ഈക്വൽ ടു PB ആണ്. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, PB വിച്ച് ഇസ് ഈക്വൽ ടു PC വിച്ച് ഇസ് ഈക്വൽ ടു PA. അതായത് ഈ ഓരോ പോയിന്റിലും പ്രഷർ എന്തായിരുന്നു? സെയിം ആണ്. ക്ലിയർ അല്ലേ? ഹെൻസ് പ്രഷർ എക്സേർട്ടഡ് ഇൻ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? അറ്റ് റെസ്റ്റിലാണെങ്കിൽ. ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. നമ്മുടെ പാസ്കൽസ് ലോ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. സോ പാസ്കൽസ് ലോ ദാറ്റ് എനി excess pressure applied to an enclosed incompressible fluid is transmitted undiminished to every portion of the fluid and the walls of the containing vessel. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം എന്താ പറയുക, ഹൈറ്റിലുള്ള പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? യെസ്, ഓരോ പോയിന്റിലും ഈക്വൽ എമൗണ്ടിൽ തന്നെ കിട്ടിയിരിക്കും. ആൻഡ് സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സിനെല്ലാം സെയിം പ്രഷർ ആയിരിക്കും. ആൻഡ് ഓൾസോ ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ? യെസ്. ഇനി അടുത്ത നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, താഴത്തോട്ട് പോകും തോറും എന്താണ്? യെസ്, പ്രഷർ അതായത് ഡെപ്ത് കൂടും തോറും പ്രഷർ കൂടുവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്. സോ അതേ സ്റ്റേറ്റ്മെന്റിലോട്ട് തന്നെ നമ്മൾ വരുവാണ്. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ്.
സോ ദാ ഇവിടെ നമ്മൾ അറിയാം, നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലേ, ഇവിടെ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് നമുക്കറിയാലോ ഇവിടെ ഇപ്പം ഒരു വാട്ടർ കോളമിൽ, ഓക്കെ, ഒരു വാട്ടറിൽ നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇവിടെയുള്ള വാട്ടർ കോളം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടേക്കുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ആ എന്താ പറയുക, ആ വാട്ടർ കോളമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ അല്ലേ, ഒരു വാട്ടർ കോളം നമ്മൾ കൺസിഡർ ചെയ്തു, അതിനെ നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ട് നമ്മളിപ്പം അസ്യൂം ചെയ്യുവാണ്. ഓക്കെ അല്ലേ. സോ നമ്മൾ പറഞ്ഞു പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്, പ്രഷർ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം mg ഡിവൈഡഡ് ബൈ എ. ഓക്കെ അല്ലേ. എം ജി എന്തുകൊണ്ട് എടുക്കാൻ കാരണം, യെസ്, ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാട്ടർ കോളമാണ് അവിടെ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ സിലിണ്ടറിക്കൽ കോളത്തിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഇസ് mg. ഓക്കെ അല്ലേ. സോ അവിടെ mg നമ്മൾ പറയുമ്പോൾ എമ്മിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റാം. കാരണം എന്താണ്, m ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാസ് ബൈ വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ആണ്. സോ അങ്ങനെയാണെങ്കിൽ മാസിന് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൻസിറ്റി ഇൻ ടു വോളിയം. ഓക്കെ അല്ലേ. ഇനി സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോളിയത്തിന് പകരം എന്ത് ചെയ്യാം, യെസ്, ഏരിയ ഇൻറ്റു ലെങ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഏരിയ ഇൻറ്റു ലെങ്ത്. സോ ഞാനിതിന്റെ ഏരിയ എ എന്ന് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്മിന് പകരം ഞാൻ എന്താ പറഞ്ഞത്, റോ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഏരിയ എ ആണ്, ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എച്ച് ആണ്. സോ എച്ച് ഡിവൈഡഡ് ബൈ അഗെയിൻ എ വരും. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു ജി ഉണ്ട്. ഓക്കെ അല്ലേ, എയും എയും ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് എന്ത് കിട്ടി, എച്ച് റോ ജി. ഓക്കെ അല്ലേ. സോ പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് എനിക്ക് കിട്ടി, ഒരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ പറയട്ടെ, ഇതിപ്പം ക്ലോസ്ഡ്. ഇനി ഞാനൊരു പിസ്റ്റൺ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഞാനൊരു ഫോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വേണ്ട, ഇത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഫ്ലൂയിഡിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേറൊരു പ്രഷറും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ടോട്ടൽ പ്രഷർ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, യെസ്, എച്ച് റോ ജി. ഓക്കെ അല്ലേ, അത് അതിന്റെ ഹൈറ്റ് കാരണം ഉണ്ടായത്, പ്ലസ് എന്താണ്, യെസ്, അറ്റ്മോസ്ഫെറിക് പ്രഷർ. ക്ലിയർ അല്ലേ. അങ്ങനെ ഈ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഡ്യൂ ടു ഫ്ലൂയിഡ്, ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന പ്രഷറാണ്. ഡ്യൂ ടു ഫ്ലൂയിഡ് കാരണം, ഓക്കെ, ഡ്യൂ ടു ഫ്ലൂയിഡ് കാരണം വരുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് എച്ച് റോ ജി, ഈ പ്രഷറെ നമ്മൾ പറയുന്ന പേരാണ് ഗോജ് പ്രഷർ. ഓക്കെ അല്ലേ, എന്താണ് ഗോജ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ. യെസ്. സോ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്തിൽ നമ്മൾ പറഞ്ഞു. ടോട്ടൽ പ്രഷർ നമ്മൾ പറയുക ഇങ്ങനെയാണ്, യെസ്, പി എ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അതിന് നമ്മൾ ചിലപ്പം പഠിക്കുക PATM എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അറ്റ്മോസ്ഫെറിക് പ്രഷർ തന്നെയാണ്. പ്ലസ് എച്ച് റോ ജി. എച്ച് റോ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഗോജ് പ്രഷർ. അതെന്താണ്, ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഗോജ് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു വാക്കുകൊണ്ട് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പം പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അത്രയേ ഉള്ളൂ മീനിങ്. ഓക്കെ അല്ലേ, ഒരു തെറ്റിദ്ധാരണ, അത്രയേ ഉള്ളൂ പാരഡോക്സിന്റെ മീനിങ്. അതായത് പണ്ടുള്ള ആൾക്കാർ, ഓക്കെ അല്ലേ, പണ്ടുള്ള ആൾക്കാർ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ അല്ലേ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രഷറിനെ മെഷർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പ്രഷറിനെ കുറിച്ച് സംസാരിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഏരിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ആ ഏരിയ കുറയുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കൂടുന്നു, ഏരിയ എന്താ പറയുക, ഏരിയ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു, ഏരിയ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നു. ഇങ്ങനെയായിരുന്നു പണ്ട് നിലനിന്നിരുന്ന ഒരു വിശ്വാസം. പക്ഷേ നമുക്കറിയാം ഈ പോയിന്റ് അക്കോർഡിംഗ് ടു പാസ്കൽസിലും നമുക്കറിയാം ഇതെല്ലാം ഒരേ ഹൈറ്റിലുള്ള പോയിന്റ്സ് അല്ലേ. അതായത് ഈ പോയിന്റുകളെല്ലാം തന്നെ എന്താണ്, ഒരേ ഹൈറ്റിലുള്ള പോയിന്റ്സാണ്. ഇവിടെയൊക്കെ എന്തായിരിക്കും, സെയിം പ്രഷർ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് മാറേണ്ടതല്ലേ, കാരണം ഇവിടെയൊക്കെ ഏരിയ വ്യത്യാസമുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി മാറേണ്ടതല്ലേ. അല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നടാ, എച്ച് റോ ജി. ഓക്കെ അല്ലേ, എച്ച് റോ ജി. ഓക്കെ അല്ലേ. യെസ്. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, പണ്ട് നിന്നിരുന്ന ആളുകൾ എന്താ പറയുക, പ്രഷർ അത് ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പും സൈസിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏരിയ മാറുമ്പോൾ മാറും എന്നൊക്കെ പറയും. പക്ഷേ ഈ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, എച്ച് റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഏരിയയോ അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നറിന്റെ വോളിയമോ ഒന്നും തന്നെ ഇതിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ബിക്കോസ് വാട്ടർ അറ്റ് ദി ബോട്ടം ഹാസ് ദ സെയിം പ്രഷർ ബിലോ ഈച്ച് സെക്ഷൻ ഓഫ് ദി വെസൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, സിമ്പിൾ. ഓക്കെ, സോ പ്രഷർ അറ്റ് എ ഡെപ്ത് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ എന്താ ചെയ്തത്, ഒരു പ്രൂഫും കൂടെ പറഞ്ഞു അല്ലേ, പ്രൂഫും കൂടെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അതെന്തായിരിക്കും, ഇവിടം ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഇവിടമുള്ള വാട്ടർ കോളമിന്റെ ഫോഴ്സ് ആയിരിക്കും അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, എഫിന് നമ്മൾ mg കൊടുത്തു. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ എമ്മിന് നമ്മൾ എന്ത് ചെയ്തു, റോ ഇൻറ്റു വി. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്,
വോളിയമാണ്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വെലോസിറ്റി പഠിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോളിയത്തിനെ കുറിച്ചിട്ടാണ്. ആൻഡ് വോളിയത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഏരിയ ഇൻറ്റു ലെങ്ത്, അവിടെ നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ആ സിലിണ്ടറിക്കൽ കോളമിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്ത h ആണ്. സോ നമുക്ക് കിട്ടി, ഇത്രയും കിട്ടി. സോ F will be equal to rho A H into G കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പ്രഷറിന്റെ വാല്യൂ ആണ്. സോ rho A H G ഡിവൈഡഡ് ബൈ ഏരിയ ക്യാൻസൽ ആയി പോയി, നമുക്ക് കിട്ടി h rho G. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഈസി ആയിട്ട് മനസ്സിലായി. സോ എച്ച് മാറുന്നതിനനുസരിച്ചിട്ട് എന്താവും? യെസ്, നമ്മുടെ ഡെപ്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യെസ്, പിന്റെ വാല്യൂ എന്താ വരിക? റോ എച്ച് ജി ആണ് വരിക. ഓക്കെ, പിന്റെ വാല്യൂ റോ എച്ച് ജി ആണ് വരിക. സോ വൺസ് എച്ച് കയറിയിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടും. ഓക്കെ അല്ലേ? കാരണം ഇവിടെ എന്താണ്, ഇവിടെ വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ ഇപ്പം മാസ്, ഒബ്ജക്റ്റിന്റെ മാസ് അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് മുന്നോട്ട് ഒരുപാട് താഴെ പോയോണ്ട് മുകളിലോട്ട് വന്നുകൊണ്ട് മാറ്റം വരത്തില്ല അല്ലേ? സോ ഡെൻസിറ്റിയിൽ മാറ്റം വരത്തില്ല, ജിന്റെ വാല്യൂലും മാറ്റം വരത്തില്ല. പിന്നെ ഈ പ്രഷർ എന്ന് പറയുന്ന ടേം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? യെസ്, നമ്മുടെ എച്ചിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേടാ? അപ്പൊ പ്രഷർ അറ്റ് ഡെപ്ത് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് അടുത്തൊരു കോൺസെപ്റ്റും കൂടെ നമ്മൾ കവർ ചെയ്തു. സോ ഫാർ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? യെസ്, നമ്മുടെ ഫസ്റ്റ് തിങ് പ്രഷർ അല്ലെ. പ്രഷർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഇക്വേഷൻ, അതിന്റെ യൂണിറ്റ്, അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എല്ലാം നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? പ്രഷർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെൻസിറ്റിയിലോട്ട് വന്നു, റിലേറ്റീവ് ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പാസ്കൽസ് ലോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ പിന്നെ പഠിച്ചെന്താണ്? വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ് നമ്മൾ പഠിച്ചത്. സോ യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ദ ലേക്ക്? സിമ്പിൾ അല്ലേ? സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഹൈറ്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്, അല്ലെങ്കിൽ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്ററും തന്നിട്ടുണ്ട്. ഇനി വാട്ടർ ആണ് അല്ലേ? അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എത്രയായിരുന്നു? 1000 kg/m³ ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ജിന്റെ വാല്യൂ നമുക്ക് അറിയാലോടാ. ജിന്റെ വാല്യൂ നമുക്ക് 10 m/s² അല്ലെങ്കിൽ 9.8 m/s² നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഇനി എന്തെങ്കിലും വേണോ? അറ്റ്മോസ്ഫെറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, ഇവിടെ അറ്റ്മോസ്ഫെറിക് പ്രഷർ വരും, കാരണം ലേക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ടു സർഫസ് അല്ലേ? സോ ഡെഫിനറ്റ്ലി ആ സർഫസിൽ, ലേക്കിന്റെ സർഫസിലോട്ട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫെറിക് പ്രഷർ ആക്ട് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫെറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. അറ്റ്മോസ്ഫെറിക് പ്രഷറിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ? 1.03 into 10⁵ Nm/m² ആണ്, പ്ലസ് എച്ച് റോ ജി. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി എടുക്കേണ്ടത് വാട്ടറിന്റെ ആണ്, അവിടുത്തെ ഫ്ലൂയിഡ് വാട്ടർ ആണ്. ആൻഡ് ജിന്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രഷറിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ആക്ച്വലി അറൌണ്ട് 2 atm. 2 അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. യൂണിറ്റ് ആണ് atm കേട്ടോ. സോ 1 atm which is equal to നമ്മൾ പറഞ്ഞു 1 bar അല്ലെങ്കിൽ 1.013 bar എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആൻഡ് ഗോജ് പ്രഷർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. അറ്റ്മോസ്ഫെറിക് പ്രഷർ, ദ പ്രഷർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിന്റ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ കോളം ഓഫ് എയർ ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഇതാണ് നമ്മുടെ എർത്ത്. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? യെസ്, ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? സോ ഇവിടെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഇവിടെയുള്ള എയർ കോളം അല്ലെ, ഇവിടെയുള്ള എയർ കോളം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ ഒരു സീ ലെവലിലോട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അറ്റ് സീ ലെവൽ ഇറ്റ് ഈസ്, നമുക്ക് ഓൾറെഡി അറിയാം അറ്റ്മോസ്ഫെറിക് പ്രഷറിന്റെ വാല്യൂ എത്രയാണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1.013 into 10⁵ പാസ്കൽ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചത് ആരാണ്? ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ്, ടോറിസെല്ലി. ഓക്കെ അല്ലേ? ടോറിസെല്ലി. സോ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതായത് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ്, അതാണ് നമ്മൾ പറയുന്ന ബാരോമീറ്റർ. ഓക്കെ അല്ലേ? സോ അദ്ദേഹം ഒരു മെഷറിംഗ് ഡിവൈസ് കണ്ടുപിടിച്ചു, അറ്റ്മോസ്ഫെറിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. അതാണ് ടോറിസെല്ലിസ് ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. സോ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തു? മെർക്കുറി നിറച്ചു. ഓക്കെ, ഒരു ബീക്കർ നിറയെ നമ്മൾ മെർക്കുറി നിറച്ചു. ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? നമ്മൾ മെർക്കുറി നിറച്ചു. ക്ലിയർ അല്ലേടാ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇതിന്റെ ഈ ഒരു ഭാഗം ഫുള്ള് ഞാൻ മെർക്കുറി നിറച്ചേക്കുവാണ്. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ഫുള്ള് മെർക്കുറി എടുത്തിട്ട് ഞാൻ അതിന്റെ ടോപ്പ് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുക? യെസ്, ഈ സംഭവത്തിന് നേരെ ഞാൻ ഇതിലോട്ട് കമഴ്ത്തി വെക്കും. ഓക്കെ, തല തിരിച്ച് ഞാൻ വെക്കും. തല തിരിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ സംഭവം ഞാൻ ഓപ്പൺ ചെയ്യും. അതായത് അത് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു മെംബ്രെയിൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? എടുത്ത് മാറ്റുവാണ്. ഓക്കെ അല്ല? അപ്പം മെർക്കുറിൻ്റെ ഉള്ളിൽ മെർക്കുറി തന്നെ ഞാൻ എന്ത് ചെയ്തു? കമഴ്ത്തി വെച്ചു.
കമഴ്ത്തി വെച്ച് കഴിയുമ്പം എന്താണ്? യെസ്, ഈ സംഭവം കമഴ്ത്തി വെച്ച് കഴിയുമ്പം ദാ ഇവിടെ ഇത്രയും സ്പേസ് എം ടി ആയിട്ട് വന്നു. അതായത് കുറച്ച് മെർക്കുറി ഈ ബീക്കറിലോട്ട് തന്നെ പോയി. ഓക്കെ അല്ലേ? ഇത്രയും സ്പേസ് എന്താണ്? എം ടി ആയിട്ട് മാറി. ക്ലിയർ അല്ലേടാ? യെസ്. സോ അങ്ങനെ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് എന്താ കിട്ടിയത്? 760 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് 760 മില്ലിമീറ്റർ അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ എന്ന് അദ്ദേഹത്തിന് വാല്യൂ കിട്ടി. ക്ലിയർ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇതാ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ദിസ് ഇസ് ബി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എ എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു നമ്മുടെ പാസ്കൽസ് ലോ നമുക്കറിയാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അറ്റ്മോസ്ഫറിക് പ്രഷർ. അല്ലെങ്കിൽ നമ്മൾ പി എ എന്ന് പറയുന്നിട്ട്, അതായത് പി എ ടി എം എന്ന് പറയുന്നത് ചിലർ പി എ എന്ന് പറഞ്ഞിട്ടായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവും. വട്ട് എവർ ഇറ്റ് മേ ബി, പി എ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സെയിം ഹൈറ്റിലുള്ള ഒരു പോയിന്റ് അല്ലേ? അല്ലേ? സെയിം ഹൈറ്റിലുള്ള ഒരു പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പി എ വിൽ ബി ഈക്വൽ ടു പി ബി ആയിരിക്കും അല്ലേ? പി എ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എച്ച് റോ ജി. ഓക്കെ, എച്ച് റോ ജി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റിന്റെ വാല്യൂ കൊടുത്തു, ജിന്റെ വാല്യൂ കൊടുത്തു, ഡെൻസിറ്റിയും കൊടുത്തു. ഡെൻസിറ്റി മെർക്കുറിയുടെ ഡെൻസിറ്റി അറൌണ്ട് 13.6 × 10⁻³ ആണ് മെർക്കുറിയുടെ ഡെൻസിറ്റി വരുന്നത്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ ETMന്റെ വാല്യൂ എന്ന് കിട്ടി 1.013 × 10⁵ Nm/m² എന്ന് കിട്ടി. ക്ലിയർ ആയോടാ? അതായത് ഒന്നുമില്ല, ഒരു മെർക്കുറി ഒരു ബീക്കറിൽ എടുത്ത് നിറച്ചു വെച്ചു. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇതേപോലെ ചെയ്തു. ആ ടെസ്റ്റ് ട്യൂബിന്റെ മേൾ ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് വെച്ചു. ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ ക്ലോസ് ചെയ്ത് വെച്ച സംഭവം മാറ്റി വെച്ചു. അതായത് അത് ഓപ്പൺ ആയി. അപ്പം എന്തായി? കുറച്ച് മെർക്കുറി താഴത്തോട്ട് പോയി. ഓക്കെ അല്ലേ? അങ്ങനെ താഴത്തോട്ട് പോയപ്പോൾ ആ ഡിസ്പ്ലേസ് ചെയ്ത ഹൈറ്റ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഡിസ്പ്ലേസ് ചെയ്ത ഹൈറ്റ് കിട്ടി, മെഷർ ചെയ്ത് വെച്ചു. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സർഫസിൽ, ഓപ്പൺ സർഫസ് ആണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ നമ്മൾ പറഞ്ഞു എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. സോ സെയിം ഹൈറ്റിലുള്ള ഈ ടെസ്റ്റ് ട്യൂബും അടക്കി വെച്ചിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തു, അതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഇവിടെ എത്രയാണോ എക്സ്പീരിയൻസ് ചെയ്തത് അത് തന്നെ ഇതേ ഹൈറ്റിലുള്ള ഈ ഒരു പോയിന്റിനും എക്സ്പീരിയൻസ് ചെയ്യും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പി എ വിച്ച് ഇസ് ഈക്വൽ ടു പി ബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എന്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. സോ പി ബിന്റെ വാല്യൂ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ തന്നെയായിരിക്കും. ആൻഡ് ഇവിടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിന് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് ഇല്ല. അവിടെ വരുന്ന ഫോഴ്സ്, അവിടെ വരുന്ന പ്രഷർ എന്തോ മാത്രമായിരിക്കും? യെസ്, ഈ മെർക്കുറി കാരണം ഉണ്ടാകുന്ന ഇതായിരിക്കും. അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെർക്കുറി കോളം കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് അല്ലേ? ഈ പോയിന്റിലുള്ള പ്രഷർ എന്തായിരിക്കും? ഈ മെർക്കുറി കോളം കാരണം ഉണ്ടാകുന്ന പ്രഷർ. അപ്പം അതെന്താണ്? അത് നമ്മൾ പറഞ്ഞു എച്ച് റോ ജി. ഇത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല. യെസ്, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? പി ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. പക്ഷേ ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് അത് ബന്ധമില്ലാത്തതുകൊണ്ട് ആ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. സോ ഇവിടെ പി ബി എന്ന് പറയുന്നത് എന്താണ്? പി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് റോ ജി ആണ്. ഓക്കെ, ആൻഡ് പി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ്. കാരണം എന്താണ്? അത് അറ്റ്മോസ്ഫിയർ മാത്രമായിട്ടേ കോൺടാക്ട് ഉള്ളൂ, അവിടെ വേറെ പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നും തന്നെയില്ല. സോ എച്ച് റോ ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആയിരിക്കണം? അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലന്റ് ആയിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സിന് സെയിം പ്രഷർ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ പി എ വിച്ച് ഇസ് ഈക്വൽ ടു പി ബി വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. എച്ച് നമുക്കറിയാം 760 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 76 സെന്റിമീറ്റർ ആണ്. ജിന്റെ വാല്യൂ നമുക്കറിയാം. ഡെൻസിറ്റി, മെർക്കുറിന്റെ ഡെൻസിറ്റി 13.6 × 10⁻³ ആണ്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആ പോയിന്റിൽ, അതായത് ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിന്റെ വാല്യൂ 1.013 ആണെന്ന് മനസ്സിലായി. പി ബിയിലെ വാല്യൂ അത് തന്നെയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞ അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ പറയുന്നത്? വേറൊരു യൂണിറ്റ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്, 1 ടോർ. ഓക്കെ, 1 ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോടാ, അതായത് മെർക്കുറിനെ 760 മില്ലിമീറ്റർ ഉയർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രഷറാണ് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഈ ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 millimeter ഓഫ് HG നമുക്ക് എന്ത് ചെയ്യണം? ഉയർത്തണം. ഓക്കെ അല്ലേ? അതിനാവശ്യമായിട്ടുള്ളതാണ് 1 ടോർ. അങ്ങനെയാണെങ്കിൽ 760 മില്ലിമീറ്റർ അത് ഉയർത്തണമെങ്കിൽ 1 ATM അല്ലെ? 1 ATM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 760 മില്ലിമീറ്റർ ഉയരണം. സോ ദാറ്റ് മീൻസ് 760 ടോർ വരും. ഓക്കെ അല്ലേ? 1 ടോർ which will be equal to, we can say 133 Nm/m². ഓക്കെ അല്ലേ? ഇത്രയും വാല്യൂസ് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നുമില്ല, അതായത് നമ്മൾ പറഞ്ഞു
1 millimeter Hg ഉയർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രഷറാണ് 1 ടോർ. ഓക്കെ, 1 ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 millimeter ഹൈറ്റ് Hg അല്ലെങ്കിൽ മെർക്കുറിനെ ഉയർത്തണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 760 millimeter പ്രഷർ ഉയർത്താനായിട്ട് ആർക്ക് പറ്റിയിട്ടുണ്ട്? അറ്റ്മോസ്ഫറിക് പ്രഷറിന് പറ്റിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു 760 ആണ് നമ്മുടെ മെർക്കുറിയുടെ ഇത് വന്നത് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 760 millimeter ഉയർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടോർ ഇൻറ്റു 760 അല്ലേ? സോ 760 ടോർ ആയിരിക്കും എന്ത് പറയുന്നത് 1 ATM എന്ന് പറയുന്നത്. ഇനി അതിന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും 133 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 133 പാസ്കൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 1 ബാർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁵ പാസ്കൽ ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ഇസ് യൂസ്ഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അതിലും ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു യൂട്യൂബാണ്. ഓക്കെ, നമ്മൾ പറയുന്ന ഈ യൂട്യൂബ് അല്ല, അതായത് ഒരു യു ഷേപ്ഡ് ട്യൂബാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മാനോമീറ്റർ. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്? Hg ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മെർക്കുറി ഇവിടെ ഫിൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? മെർക്കുറി നമ്മൾ ഇവിടെ ഫിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗത്ത് നമ്മൾ മെർക്കുറി ഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കി കഴിയുമ്പോൾ നമ്മൾ എനിക്ക് ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഓക്കെ ഒരു ലിക്വിഡ് ഉണ്ട്, അതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പ്രഷറാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്ത് ചെയ്യും? യെസ്, ഇവിടെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രഷറിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ സർഫസിൽ ഇതിനെന്ത് ചെയ്യും? പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഇതെന്ത് ചെയ്യും? കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആവും. ഓക്കെ അല്ലേ? ഇത് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഈ ഭാഗം കുറച്ച് കയറിയും വരും അല്ലെ? ഇനീഷ്യലി ഇത് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇത് കുറച്ചും കൂടെ കയറി. അതായത് ഈ പ്രഷറിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്പ്ലേസ് ചെയ്ത ഹൈറ്റ്, ഓക്കെ, ഹൈറ്റിനെ ഞാൻ എന്ത് ചെയ്യുവാണ്? H എന്ന് എടുക്കുവാണ്. സോ ഇവിടെയും ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഇവിടെയും ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ക്ലിയർ അല്ലേടാ? A എന്ന് പറയുന്ന ഒരു പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. 2 പോയിന്റ് ആയിട്ട് ഞാൻ പോയിന്റ്സിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി നമുക്കറിയാം ഇവിടെ എന്തായി? ഡിസ്പ്ലേസ്ഡ് ആയി. എനിക്കറിയാം ഇത് സെയിം ഹൈറ്റിലായതുകൊണ്ട് PA വിൽ ബി ഈക്വൽ ടു PB. അതിൽ സംശയമൊന്നുമില്ല അല്ലേ? PA വിച്ച് ഇസ് ഈക്വൽ ടു PB ആണ്. അതിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതിനെ ഞാൻ കോമൺ ആയിട്ട് P എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? P എന്ന് വിളിച്ചു. ആൻഡ് ഇവിടെ നമുക്കറിയാലോടാ, ഇത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ആരുണ്ട്? അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട് അല്ലേ? സോ PB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ HρG, അതായത് ആ ഹൈറ്റ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷറുണ്ട്, പ്ലസ് എന്തുണ്ട്? അറ്റ്മോസ്ഫറിക് പ്രഷറുണ്ട്. ക്ലിയർ അല്ലേ? 2 പ്രഷർ അവിടെ ആക്ട് ചെയ്യും. ഏത്? B എന്ന് പറയുന്ന പോയിന്റിൽ. അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? A എന്ന് പറയുന്ന പോയിന്റിലും അല്ലേ? യെസ്. കാരണം എന്താണ്? നമുക്കറിയാം സെയിം ഹൈറ്റിലുള്ള പോയിന്റ്സിന് സെയിം പ്രഷർ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PA വിച്ച് ഇസ് ഈക്വൽ ടു PB വിച്ച് ഇസ് ഈക്വൽ ടു HρG പ്ലസ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഓക്കെ അല്ലേ? ഇവിടുത്തെ H എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കുക? ക്യാപിറ്റൽ H ആണ് എടുക്കുക. ദാറ്റ് ഇസ് ഈ ഒരു ഹൈറ്റ്. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് H. ക്ലിയർ? അങ്ങനെ നമുക്ക് യു ഷേപ്ഡ് ആയിട്ടുള്ള മാനോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷറിന്റെ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയും 1 ATM ആണ്, അല്ലെങ്കിൽ 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ 1 ഇൻറ്റു 10⁵ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, നമ്മുടെ ബാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ATM എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞു? അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഫുൾ സെറ്റപ്പ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബാരോമീറ്റർ, ടോറിസെലിസ് ബാരോമീറ്റർ പറഞ്ഞു, മാനോമീറ്ററും പറഞ്ഞു. മാനോമീറ്റർ നമ്മൾ പറഞ്ഞു ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞു ഈ ഓരോ പോയിന്റിൽ, ഈ ഒരു പോയിന്റിലെ പ്രഷറാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് അറ്റ്മോസ്ഫിയർ, ഈ ഒരു പോയിന്റ്, അതായത് A എന്ന് പറയുന്ന പോയിന്റിന് അറ്റ്മോസ്ഫിയർ ആയിട്ട് ബന്ധമില്ല. ആൻഡ് വൺസ് ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? യെസ്, ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡ് കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് താഴത്തോട്ട് പോയി. ഈ ഡിസ്പ്ലേസ് ചെയ്ത ഹൈറ്റ് നമുക്കറിയാം H ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എയും ബിയും പോയിന്റ്സ് കൺസിഡർ ചെയ്തു. എനിക്കറിയാം PA വിച്ച് ഇസ് ഈക്വൽ ടു PB ആയിരിക്കും. ഓക്കെ, PA വിച്ച് ഇസ് ഈക്വൽ ടു PB ആയിരിക്കും. ആൻഡ് PBന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഹൈറ്റ് എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ എനിക്ക് അറിയാൻ പറ്റും. എത്രയാണോ എനിക്ക് ഇവിടെ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇവിടുത്തെ PA എന്ന് പറയുന്നതും. സോ ഡെഫിനറ്റ്ലി എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗ്യാസിന്റെ, അതായത് ഈ ഒരു ഇതിലുള്ള ഗ്യാസിന്റെ പ്രഷർ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ ഈസ്,
നമുക്ക് തന്നിട്ടുണ്ട് 1.29 ഡെൻസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് തന്നിട്ടുള്ളത്. അസ്യൂം ദാറ്റ് ദിസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റിനനുസരിച്ച് ഒന്നും മാറത്തില്ല. ദെൻ ഹൗ ഹൈ വുഡ് ദ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ്? അപ്പം എത്രത്തോളം ഇത് എക്സ്റ്റെൻഡ് ആവും എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദ്യം. അത് അറ്റ്മോസ്ഫിയർ എത്രത്തോളം ഹൈറ്റ് വരെ പോകും. ഓക്കെ, അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവിടെ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നില്ല, ദിസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അറിയാലോടാ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എച്ച് റോ ജി അല്ലേ? സോ ഇവിടെ എച്ച് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു, റോ നമുക്കറിയാം 1.29 ആണ്, ആൻഡ് ജിന്റെ വാല്യൂ നമുക്കറിയാം. ഇൻറ്റു എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ എച്ചിനെ മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പി ബൈ റോ ജി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എച്ചിന്റെ വാല്യൂ കിട്ടില്ലേ? പിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ പറഞ്ഞ വാല്യൂ, റോയിന്റെ വാല്യൂ ആണ് 1.29, ജിന്റെ വാല്യൂ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇതെല്ലാം നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഏകദേശം 8 കിലോമീറ്റേഴ്സ് വരെ എന്താണ് അറ്റ്മോസ്ഫിയർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. At a depth of 1000 meter in an ocean. ഓക്കെ, നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ? ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ, ടോട്ടൽ പ്രഷർ നമുക്ക് എത്രയായിരിക്കും ഇവിടെ വരിക? യെസ്, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് ഇതാണ് പറയുന്നത് അല്ലേ, എന്താ പറയുക, ഒരു ഓഷ്യൻ ആണ്. അപ്പം അത് അറ്റ്മോസ്ഫിയർ ആയിട്ട് ടച്ചിലാണ്. സോ എച്ച് റോ ജി. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്കറിയാം ഇതിന്റെ വാല്യൂ നമുക്ക് സംശയമില്ല, പി എന്റെ വാല്യൂ നമുക്കറിയാം. ആൻഡ് ദെൻ നമുക്ക് തന്നിട്ടുണ്ട് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1000 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് വാട്ടർ അല്ലേ? വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എന്താ പറയാ ഡെൻസിറ്റി അറിയാലോ, ദാറ്റ് ഇസ് 1000 kg per meter cube. ഓക്കെ അല്ലേ? ഇൻറ്റു ജിന്റെ വാല്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി എയുടെ വാല്യൂ ഓൾറെഡി അറിയാം, 1.01 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 104 ATM എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റിലോട്ട് പോകാം. വാട്ട് ഈസ് ദ ഗോജ് പ്രഷർ? ഗോജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആ ഫ്ലൂയിഡ് കാരണം വരുന്നത്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റോ എച്ച് റോ ജി അല്ലേ? സോ എച്ച് റോ ജി ആണ്. സോ അതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? യെസ്, പി ഈസ് ഈക്വൽ ടു, ഓക്കെ, പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ പി മൈനസ് പി എ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് റോ ജി, ആൻഡ് ദിസ് ഇസ് നമ്മുടെ എന്ത് പറയുന്നത്? ഗോജ് പ്രഷർ. ഓക്കെ അല്ലേ? സോ ഓൾറെഡി നമുക്ക് പിന്റെ വാല്യൂ അറിയാം. ഓക്കെ, പിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇനി അതല്ലെങ്കിൽ എച്ച് റോ ജി ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? സി. Find the force acting on the window of the area. Area തന്നിട്ടുണ്ട് 20 cm into 20 cm of a submarine of depth, the interior of which is maintained at a sea level atmospheric pressure. Okay, അവിടെ നമുക്ക് സീ വാട്ടറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജിന്റെ വാല്യൂ എത്ര എടുക്കേണ്ടത് തന്നിട്ടുണ്ട്. അപ്പം the pressure outside the submarine is, ഓക്കെ, സബ്മറൈനിന് ഔട്ട്സൈഡ് വരുന്ന പ്രഷർ നമുക്കറിയാം, ആൻഡ് ദ പ്രഷർ ഇൻസൈഡ് ഇസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഓക്കെ അല്ലേ? ഹെൻസ് ദ നെറ്റ് പ്രഷർ ആക്ടിങ്. ഓക്കെ, അപ്പം ഇൻസൈഡ് ഇതാണെന്നുണ്ടെങ്കിൽ നെറ്റ് അറ്റ്മോസ്ഫെറിക് പ്രഷർ അല്ലേ, സോറി, നെറ്റ് പ്രഷർ നമുക്ക് എന്ത് പറയാം? പി എ മൈനസ് പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ അല്ലേ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു എച്ച് റോ ജി. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കറിയാലോ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഈ വാല്യൂ എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഏരിയ നമുക്ക് 20 ഇൻറ്റു 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ഈ പാസ്കൽസ് ലോന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് മെഷീൻസ്. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാറിന് ഒരു വലിയൊരു പിസ്റ്റൺ വെച്ചിട്ട് അതിനെന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർത്തിയിട്ടായിരിക്കും കാർ വാഷിങ്ങും, അതുപോലെ തന്നെ കാറിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കാർ വാഷിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഹൈഡ്രോളിക് മെഷീൻസ്, ഹൈഡ്രോളിക് ബ്രേക്സ്, ഇതെല്ലാം എന്ത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? യെസ്, നമ്മുടെ പാസ്കൽസ് ലോന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യെസ്. ഓക്കെ, സോ ലെറ്റ് us now consider what happens when we change the pressure on a fluid contained in a vessel. ഓക്കെ, അതായത് നമ്മളൊരു ഫ്ലൂയിഡിന്റെ പ്രഷറിൽ നമ്മൾ മാറ്റം വരുത്തുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? യെസ്. സോ ഇവിടെ നോക്കിക്കട്ടെ, കൺസിഡർ എ ഹൊറിസോണ്ടൽ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ ആൻഡ് 3 വെർട്ടിക്കൽ ട്യൂബ്സ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്. ഇവിടെ നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, ഇവിടെ 3 ഡിഫറെന്റ് ഷേപ്സിലുള്ള
മൂന്ന് ട്യൂബ്സ് ഉണ്ട്, ഓപ്പൺ ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, എ ബി സി. ഓക്കെ അല്ലേ? ദ പ്രഷർ ഇൻ ദ ഹൊറിസോണ്ടൽ സിലിണ്ടർ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം in the vertical tubes. It is necessarily the same in all. If you push the piston, the fluid level rises in all tubes, again reaching the same level in each one of them. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഈ പിസ്റ്റൺ കൊടുത്തിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാട്ടർ ലെവൽ എല്ലാത്തിലും എന്ത് ചെയ്യും, ഒരേപോലെ ഇൻക്രീസ് ആവും. ഓക്കെ അല്ലേ? ഒരേ ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് when the pressure on the cylinder was increased, it was distributed uniformly throughout. ഓക്കെ, അതായത് നമ്മൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് എല്ലാ ഡയറക്ഷനിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. So whenever an external pressure is applied, അതാണ് നമ്മൾ ഇവിടെ പിസ്റ്റൺ വെച്ചിട്ട് ചെയ്തത്. ഓക്കെ, any part of a fluid containing vessel, ഓക്കെ, ഏത് ഭാഗത്തായിക്കോട്ടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ it is transmitted undiminished and equally in all directions. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ Pascal's law. This is another form of Pascal's law and it is has many applications in daily life. Okay, so a number of devices such as hydraulic lift and hydraulic brakes are based on the Pascal's law. In these devices, fluids are used for transmitting pressure. Okay, pressure transmit ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 2 pistons are separated by space left with a liquid. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ പറയുന്നേടാ, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആണ് ഈ ഏരിയയും ഈ ഏരിയയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? ഏരിയ, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ് when compared with the first one അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി ഇവിടെ കൊടുക്കുന്ന പ്രഷറും, ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന പ്രഷറും ഇവിടെ കൊടുക്കുന്ന പ്രഷറും സെയിം ആയിരിക്കും അല്ലെ? രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇവിടെ ഞാനൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ പോയിന്റ്സിലോട്ടും വിത്തൗട്ട് ഒരു ചെറിയ കുറവ് പോലില്ലാതെ എല്ലാ പോയിന്റിലോട്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സോ ഇവിടുത്തെ പ്രഷർ ഞാൻ കൊടുക്കുന്നത്, ഓക്കെ, ഞാൻ ഇവിടെയാണ് പ്രഷർ കൊടുക്കുന്നത്, ഈ ഒരു ഓപ്പണിംഗിലാണ് ഞാൻ പ്രഷർ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് F1/A1. സംശയമില്ലല്ലോടാ, 2 ഓപ്പണിംഗ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അവിടെ ഏരിയ വളരെ കുറവാണ്, അവിടെയാണ് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പം F1 ഫോഴ്സ് ആണ് ഞാൻ കൊടുത്തത്, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്, ഓക്കെ അല്ലെ, പ്രഷർ ആണ് കേട്ടോ. പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ കൊടുത്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഏരിയ. സോ F1/A1. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ നമ്മുടെ സ്മോൾ പിസ്റ്റൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സ്മോൾ പിസ്റ്റണിന്റെ അവിടെ നമ്മൾ കൊടുത്ത പ്രഷർ നമുക്ക് കിട്ടി. അതേ പ്രഷർ തന്നെയായിരിക്കും അതേ ഹൈറ്റ് ലെവലിലുള്ള ഈ ഒരു പോയിന്റിൽ. Clear? Yes. അപ്പോൾ നമുക്ക് the pressure P is equal to F1/A1 is transmitted throughout the liquid to a larger cylindrical attached with the larger piston of area. അതായത് ഇവിടെ നമ്മൾ എത്ര പ്രഷർ കൊടുത്തോ അതെല്ലാം ഈ ലിക്വിഡിന്റെ എല്ലാ പോയിന്റിലോട്ടും കിട്ടും. ഓക്കെ അല്ലേ? സോ ഇവിടെ ഇത്രത്തോളം പ്രഷർ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പ്രഷർ തന്നെ എവിടെയും കിട്ടും. യെസ്, ഈ ഒരു സ്ഥലത്തും കിട്ടും. കാരണം അത്രത്തോളം ഓരോ പോയിന്റിനും ഇതേ പ്രഷർ, അതായത് ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ പ്രഷർ പി എന്ന് പറയുന്ന പ്രഷർ കിട്ടും. ആ പ്രഷറിനനുസരിച്ചിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി എന്താ നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ ഈ ഒരു പോയിന്റിലെ പ്രഷർ പറയാൻ പോവാം. ഓക്കെ, ഈ ഒരു പോയിന്റിലെ പ്രഷർ പറയാൻ പോവാണ്. ദാറ്റ് ഇസ് PB. PB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, F2/A2 ആയിരിക്കും അല്ലേ? അതായത് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഫോഴ്സ് ആക്ട് ചെയ്ത ഏരിയ, ദാറ്റ് ഇസ് A2 അല്ലേടാ? സോ നമുക്ക് ലോ അനുസരിച്ചിട്ട് എന്തറിയാം, P1 വിച്ച് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ PA വിച്ച് ഇസ് ഈക്വൽ ടു PB എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ F1/A1 വിച്ച് ഇസ് ഈക്വൽ ടു F2/A2 അല്ലേ? യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ, ഇവിടെ നമുക്കറിയാം ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ നമുക്കറിയാം നമ്മൾ ഫോഴ്സ് കൊടുത്തു, ഇവിടെ ഏരിയ കുറവാണ്, അതായത് ഇവിടെ കിട്ടുന്ന പ്രഷർ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേടാ? ഇവിടെ ഞാൻ ഏരിയ കുറവായതുകൊണ്ട്, ഇവിടെ സ്മോൾ പിസ്റ്റന്റെ സ്ഥലമാണ്, ഇവിടെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈക്വൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെയും ഈക്വൽ പ്രഷർ ആവണമെങ്കിൽ ഇവിടെ എന്ത് കൂടുതലായിരിക്കും? യെസ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു നോക്കിയാടാ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഏരിയ കൂടുതലാണ്. ഓക്കെ, പ്രഷർ സെയിം ആണ്. ഓക്കെ, ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ഈ ഒരു കേസിൽ F1/A1 എന്ന് പറയുന്നതും F2/A2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ F2/A2 ഇസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് A2 കൂടിയിട്ടുണ്ടെങ്കിൽ F2 എന്തായിരിക്കും? യെസ്, F2 ഡെഫിനറ്റ്ലി ഇതിനനുസരിച്ചിട്ട് കുറയണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ മാക്സിമം ആയിരിക്കും. ഇവിടെ പ്രഷർ മിനിമം ആയിരിക്കും, ഫോഴ്സ് മാക്സിമം ആയിരിക്കും. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഫോഴ്സ് ആംപ്ലിഫയർ. ഓക്കെ, ദിസ് ഇസ് എ ഫോഴ്സ് ആംപ്ലിഫയർ. സിമ്പിൾ ആയിട്ട് ഈ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒന്നും നോക്കാതെ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിക്കാം.
ഇവിടെ സ്മോൾ പിസ്റ്റൺ, ഇവിടെയാണ് വലിയ പിസ്റ്റൺ വരുന്നത്. ഓക്കെ അല്ലേ? സ്മോൾ പിസ്റ്റണിലോട്ട് നമ്മളൊരു പ്രഷർ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു എ. അതേ ഹൈറ്റിൽ ഞാൻ ഈ എന്താ പറയുക നമ്മുടെ വലിയ പിസ്റ്റൺ ഇരിക്കുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, ദാറ്റ് ഇസ് പി ബി. ഓക്കെ അല്ലേ? അവിടുത്തെ പ്രഷറാണ് പി ബി. എനിക്കറിയാം പി എയും പി ബിയും സെയിം ആണ്, സെയിം ഹൈറ്റിലെ പോയിന്റ്സാണ്. സോ ഇത് രണ്ടും സെയിം ആണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഏരിയ കുറവാണ്, ഇവിടുത്തെ ഏരിയ കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇവിടുത്തെ സ്മോൾ പിസ്റ്റന്റെ ഏരിയ കുറവാണ്, ഇവിടെ കൂടുതലാണ്. ഓക്കെ അല്ലേ? രണ്ടിടത്തും പ്രഷർ സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കുറവുള്ളവരുടെ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഏരിയ കൂടുതലുള്ളവരുടെ ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, തെറ്റിപ്പോയി, നേരെ തിരിഞ്ഞാണല്ലേ? യെസ്, ഇവിടെ ഏരിയ കുറവാണ്. ഓക്കെ, ഇവിടെ ഏരിയ കുറവാണ്, സോ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, യെസ്, നേരെ തിരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു ഏരിയയിൽ ഓക്കെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. സോ ഏരിയ കൂടുതലാകുമ്പം എന്തായിരിക്കും? ഇവിടുത്തെ ഫോഴ്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, തെറ്റിപ്പോയേ. യെസ്, ഏരിയ ഇവിടെ കുറവാണ് വരുന്നത് അല്ലേ? ഏരിയ ഇവിടെ കുറവാണ്, സോ ഫോഴ്സ് ഇവിടെ കൂടുതലായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ പ്രഷറിന്റെ വാല്യൂ, ഓക്കെ, സോ വീണ്ടും തുടങ്ങാം. പി എ ഇസ് ഈക്വൽ ടു പി ബി. ഓക്കെ, എനിക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻ അടിച്ചു പോയി. നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പി എ വിച്ച് ഇസ് ഈക്വൽ ടു പി ബി എന്നുള്ളതിൽ ഒരു സംശയം ഇല്ല അല്ലെ? നമ്മൾ ഒരേ ഹൈറ്റിലെ പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ സെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, യെസ് 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 യെസ്. സോ ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ എഫ് വൺ എനിക്കറിയാം ചെറിയ ഫോഴ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ചെറിയ ഫോഴ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ഏരിയ എന്താണ്? കുറവാണ്. ഓക്കെ അല്ലേ? ഏരിയ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, അതിനനുസരിച്ചിട്ട് പ്രഷറിന്റെ വാല്യൂ അല്ലെ? പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. ഏരിയ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറിന്റെ വാല്യൂ കൂടുതലാണ്. സംശയമില്ലല്ലോ? ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യെസ്. അപ്പം ഇവിടെ പ്രഷർ കൂടുതലാണ്, സോ ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ കുറവാണ്, ചെറിയൊരു ഫോഴ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടേക്ക് വരുമ്പോഴത്തേനും ഏരിയ കൂടുതലാണ്. ഓക്കെ അല്ലേ? ഏരിയ കൂടുതലാണ്, പ്രഷർ സെയിം അല്ലെ? ഇവിടെ കൊടുത്ത പ്രഷർ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, കാരണം സെയിം ഹൈറ്റിലെ പോയിന്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കൂടുതലാണ്, പ്രഷർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രഷർ ഈക്വൽ പ്രഷറിലോട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? അവിടെ വലിയ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് കണക്ഷൻ കിട്ടി. ഓക്കെ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ചെറുതാണ്, ഇവിടുത്തെ ഏരിയ കുറവാണ്. ഓക്കെ അല്ലേ? എനിക്ക് പക്ഷെ പ്രഷർ ഉണ്ട് പി എ. ആ പി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 by A1 ആണ്. ഇനി എനിക്ക് ഇവിടെ പി ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എനിക്കറിയാം പി എന്റെ അതേ വാല്യൂ തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ അല്ലേ? പി എന്റെ അതേ വാല്യൂ തന്നെയാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു F1 by A1 വിച്ച് ഇസ് ഈക്വൽ ടു F2 by A2. ക്ലിയർ അല്ലേടാ? ഇനി ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ ഞാൻ കൊടുത്ത ഫോഴ്സ് കുറവാണ്. ഓക്കെ അല്ലേ? കുറവാണ്, ഇവിടുത്തെ ഏരിയയും കുറവാണ്. പക്ഷേ എനിക്ക് എന്ത് കിട്ടി? പി എ എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടി, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയാം പി എന്ന് പറയുന്ന ഒരു പ്രഷർ കിട്ടി. ഫോഴ്സ് അല്ലട്ടോ, പ്രഷർ കിട്ടി. ഇനി നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏരിയ കൂടുതലാണ്. പ്രഷറിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എഫ് ബൈ എ ആണ്. ഏരിയ കൂടുതലാണ്, നമുക്കൊരു കോൺസ്റ്റന്റ് പ്രഷർ തന്നെ കിട്ടണം. ഇവിടെ വരുന്ന അതേ പ്രഷർ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? യെസ്, ഇവിടെ നമുക്ക് കിട്ടുന്നത് മാക്സിമം ഫോഴ്സ് ആയിരിക്കും കിട്ടുക. സോ ഇതെന്താ നമ്മൾ പറഞ്ഞത്? ചെറിയൊരു ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? വലുതായിരിക്കും. ക്ലിയർ അല്ലേ? ഇമ്പാക്ട് F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PA2 ആണ്. ഓക്കെ, PA2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്റെ വാല്യൂ എന്താണ്? യെസ്, നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. F1 A2 ഡിവൈഡഡ് ബൈ A1. ഓക്കെ അല്ലേ? ഇതാണ് പി എന്ന് പറയുന്നത് ഇൻറ്റു A2. ഇതായിരിക്കും നമ്മുടെ F2 എന്ന് പറയുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ F2 എന്ന് പറയുന്ന ഫോഴ്സ് എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? F1 A2 ഡിവൈഡഡ് ബൈ A1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതൊരു ഫോഴ്സ് ആംപ്ലിഫയർ ആണ്. ചെറിയ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഫോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെയും ബ്രേക്കിന്റെയും പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പം ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രഷർ ചേഞ്ചസ് ഓൺ എൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ഓക്കെ, ഇൻ എ കൺഫൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഈസ് പാസ്ഡ് ഈക്വലി ത്രൂ ഔട്ട് ദ ലിക്വിഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇവിടെ നമ്മൾ എത്ര ഫോഴ്സ് പ്രഷർ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഈക്വൽ ആയിട്ട് തന്നെ ആ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തു കൂടിയും പാസ് ചെയ്യും. ഓക്കെ അല്ലേ? ആൻഡ് F1 by A1 വിച്ച് ഇസ് ഈക്വൽ ടു F2 by A2. ആൻഡ് ഇവിടെ F1 വിച്ച് ഇസ് ഈക്വൽ ടു F2 ഇൻറ്റു A1 by A2, അല്ലെങ്കിൽ F2 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? F1 by A1 ഇൻറ്റു A2. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇനി ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്കൽസ് ലോന്റെ അടിസ്ഥാനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു
ഒരു മെഷീൻ ആണ്. സോ വെൻ വി അപ്ലൈ എ ലിറ്റിൽ ഫോഴ്സ് ഓൺ ദ പെഡൽ വിത്ത് അവർ ഫുട്ട് ദ മാസ്റ്റർ പിസ്റ്റൺ മൂവ്സ് ഇൻസൈഡ് ദ മാസ്റ്റർ സിലിണ്ടർ ആൻഡ് ദ പ്രഷർ കോസ്ഡ് is transmitted throughout the brake oil to act on a piston on larger area. The force acts on the piston and is pushed down, expanding the brake shoes against the brake line. Okay, yes. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. യെസ്, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 2 syringes of different cross section filled with water are connected with a tightly fitted rubber tube filled with water. Okay, diameters of the smaller piston and the larger pistons are 1 centimeter, 3 centimeter respectively. Find the force exerted on the larger piston when a force of 10 Newton is applied to the smaller piston. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ F1 നമുക്ക് തന്നിട്ടുണ്ട് 10 Newton ആണ്, കണ്ടുപിടിക്കേണ്ടത് F2 ആണ്. F2ന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, F1/A1 into A2 ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് F1ന്റെ വാല്യൂ അറിയാം. ഇനി നമുക്ക് അറിയേണ്ടത് റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിറിഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? A1 എന്ന് പറയുന്നത് πr1² ആയിരിക്കും. A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ πr2² ആയിരിക്കും. ഓക്കെ, R1ന്റെയും R2ന്റെയും വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F2ന്റെ വാല്യൂ കിട്ടും 90 ന്യൂട്ടൺ. അതായത് 10 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് എത്ര കിട്ടിയത്? അതിന്റെ 9 ടൈംസ് നമുക്ക് ഫോഴ്സ് അപ്പുറത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബി പാർട്ട് എന്താ? ഇഫ് ദ സ്മോളർ പിസ്റ്റൺ is pushed through 6 centimeter, how much does the larger piston move? ഓക്കെ, അതായത് ഇവിടെ ഈ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പിസ്റ്റൺ 6 സെന്റിമീറ്റർ ആണ് മൂവ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ സിമ്പിൾ ആണടാ. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, F1/A1 which is equal to F2/A2 എന്നല്ല നമ്മൾ പറഞ്ഞത്. അവിടെ തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ കൊടുത്ത സ്മോൾ പിസ്റ്റണിൽ നമ്മൾ കൊടുത്ത വർക്ക് ഡൺ W1 ആണ്. ആൻഡ് നമ്മുടെ സെക്കൻഡ് വന്നത് നമുക്ക് എന്താണ്? നമ്മുടെ സെക്കൻഡ് വലിയ പിസ്റ്റണിൽ വന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് W2 ആയിരിക്കും. അത് രണ്ടും എന്താണ്? സെയിം ആണ് അല്ലേ? ഇവിടെ എത്ര വർക്ക് കൊടുത്തു അത് തന്നെയായിരിക്കും അവിടെയും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ F×L1, അതായത് L1 ആണ് ഡിസ്പ്ലേസ് ചെയ്ത ലെങ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഇവിടെ എന്താണ്? F2 into L2. ഓക്കെ, എത്രയാണ് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്? അത് ഓക്കെ അല്ലടാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാലോ, ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റീസും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അല്ലെങ്കിൽ വോളിയംസ്, ഓക്കെ, വെലോസിറ്റീസ് അല്ല, വോളിയംസും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. വോളിയം 1 which is equal to എത്രത്തോളം വോളിയം ആണ് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയത് അത്രയും വോളിയം തന്നെയായിരിക്കും അപ്പുറത്തും വന്നത്. സോ ഇവിടെ നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ലെങ്ത്. ഓക്കെ, സോ A1 into L1 which is equal to A2 into L2. സോ അതേ റിലേഷനിലോട്ട് നമ്മളിവിടെ വരികയാണ്. സോ A1 L1 which is equal to A2 L2. സോ ഇവിടെ നിന്ന് നമുക്ക് L2 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? യെസ്. സോ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ കാർ ലിഫ്റ്റ് കംപ്രസ്ഡ് എയർ എക്സേർട്സ് എ ഫോഴ്സ് F1 on a small piston having a radius 5 centimeter. This pressure is transmitted to a second piston of radius 15 centimeter. If the mass of the car to be lifted is 1350 kg, calculate F1. What is the pressure necessary to accomplish this task? ഓക്കെ, സിമ്പിൾ. അഗെയിൻ നമ്മൾ എത്രത്തോളം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് F1 നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷറിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? F1/A1 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് എത്രത്തോളം ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്തത് അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നേരത്തെ അതേ പ്രോസസ്സ് തന്നെ നേരത്തെ നമ്മൾ F2 കണ്ടുപിടിച്ചത്. F1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? A1/A2 into F2 കണ്ടുപിടിക്കുക. സോ നമുക്ക് F1 കിട്ടിയിട്ടുണ്ടെങ്കിൽ /A1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രഷർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സ്ട്രീം ലൈൻ ഫ്ലോ. സോ ഓൾമോസ്റ്റ് നമ്മളിപ്പം കുറച്ച് സമയം അധികം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് നെക്സ്റ്റ്, അതായത് നമ്മുടെ അടുത്ത NCERTയുടെ സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. സോ ഫാർ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. സോ നാളെ തന്നെ നിങ്ങൾക്ക് വൺ ഷോട്ടും ഞാൻ എന്താ പറയുക ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും പേടിക്കേണ്ട, വൺ ഷോട്ട് നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടിയിരിക്കും. ആൻഡ് സ്ട്രീം ലൈൻ ഫ്ലോ തൊട്ടിട്ട് നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. നാളെ തന്നെ നിങ്ങൾക്ക് NCERT ക്യാപ്സ്യൂളും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി വൺ ഷോട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. വൺ ഷോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നാളെ കിട്ടും. അറൗണ്ട് ഒരു 6 PM കൂടെ തന്നെ നിങ്ങൾക്ക് വൺ ഷോട്ട് കിട്ടും. ആൻഡ് സെക്കൻഡ് പാർട്ട് ഓൾസോ ഇഫ് പോസിബിൾ ഞാൻ നാളെ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 1 day ഗ്യാപ്പിൽ ഞാൻ തേഴ്സ്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ട് NCERT ലൈൻ ബൈ ലൈൻ്റെ ഞാൻ നാളെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റന്നാൾ, മാക്സിമം പോയാൽ മറ്റന്നാൾ, അത്രേ വരുള്ളൂ. പാർട്ട് 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. വൺ ഷോട്ട് നാളെ ചെയ്യാം കേട്ടോ. വൺ ഷോട്ട് നിങ്ങൾക്ക് നാളെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ വീഡിയോസ് മക്കളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാക്സിമം ആ വീഡിയോസ് ഒക്കെ കാണാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും വീഡിയോസ് വേണം, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയും, മാം ഈ ഒരു വീഡിയോ എനിക്ക് വേണം, കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.